ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റൊമാൻസ്. ഇതൊരു അടിപൊളി കൊറിയൻ ഡ്രാമയാണ്. കാരണം ഇതിന്റെ കഥ പറഞ്ഞ അതിന്റെ ട്വിസ്റ്റ് അങ്ങ് പോകും. സോ ഇപ്പൊ തന്നെ നമുക്ക് ഈ ഡ്രാമയിലേക്ക് പോകാം. കഥയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഈജു. ഇവൾക്ക് BL സ്റ്റോറി എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ബോയ്സ് ലവ്, രണ്ട് ആണുങ്ങൾ തമ്മിൽ പ്രണയിക്കുന്ന കഥയാണ് ഇവൾക്ക് കാണാൻ താല്പര്യം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൾ സ്വന്തമായിട്ട് എഴുതി വെബ്സൈറ്റിലൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ആരും തന്നെ കാണത്തില്ല. എന്തെങ്കിലും ഒരു ദിവസം അവൾ ടോപ്പിൽ എത്തണം എന്നറിഞ്ഞ് അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവൾ ഇങ്ങനെ എഴുതുന്ന കഥയൊക്കെ നാട്ടുകാരിൽ അറിയാമെന്ന് ഇവളെ കുറിച്ച് മോശമായിട്ട് പറയുന്ന വിചാരിച്ച് ഇവൾ ആരോടും പറയാതെ സീക്രട്ട് ആയിട്ടാണ് ഈ കഥയൊക്കെ എഴുതുന്നത്. പക്ഷെ എങ്ങനെയോ ഇവളുടെ അനിയനാണ് ഇവൾ കഥ എഴുതുന്ന കാര്യം കണ്ടെത്തും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനെ കണ്ട് പേടിച്ചിട്ട് ഇവൾക്ക് അവൻ പറയുന്ന സമയത്തൊക്കെ പുറത്തുനിന്ന് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്ത് അവനെ സമാധാനപ്പെടുത്തണം, അല്ലെങ്കിൽ അവൻ വീട്ടിൽ ചെന്ന് ഈ കാര്യമൊക്കെ പാര വയ്ക്കും എന്നും പറഞ്ഞ് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ അനിയനെ പേടിച്ച് അവൾ പുറത്ത് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവളുടെ വീടിന്റെ തൊട്ടടുത്താണ് ഒരു 4 പയ്യന്മാര് പുതിയതായിട്ട് താമസം മാറി വന്നേക്കും. അങ്ങനെ അവരെ കാണുമ്പോൾ ഇവൾക്കാണ് അവന്മാരവിടെന്തോ റൊമാൻസ് ചെയ്യുന്ന പോലെ ഇവൾക്ക് ചിന്ത വന്നുകൊണ്ടിരിക്കും. കാരണം ഇവൾ കുറെ കഥ വായിച്ച് എഴുതിയൊക്കെ ഇവളുടെ മൈൻഡ് മൊത്തം ഇപ്പൊ അങ്ങനെ പോയി കിടക്കുക. പക്ഷെ പാവ അവന്മാരാണ് അവിടുന്ന് നടുവേദന എടുക്കുവാന്ന് പറഞ്ഞ് എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. ഇത് കാണുന്ന അവൾ റൊമാൻറ്റിക് ആയിട്ട് അവന്മാർ തമ്മിൽ ഇപ്പൊ എന്തൊക്കെയോ ഹീറ്റ് മൂവ്മെന്റ് നടക്കുമെന്ന് വിചാരിച്ച് ഇവൾ ഇവിടുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവന്മാരാണ് പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് കുറെ സമയമായിട്ട് ആ പെങ്കൊച്ചൊന്ന് നമ്മളെ തന്നെ നോക്കുന്നതെന്ന് പറഞ്ഞ് ഇവന്മാര് നോക്കുമ്പം അത് കണ്ട് അവളാണ് പേടിച്ചു. ഇനി ഇവന്മാരെ നോയിക്കൊണ്ടിരുന്ന സീനാന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം തൊട്ട് ഇവളും സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഇവളാണ് വീണ്ടും ആ 4 പേര് രണ്ടാവന്മാരാണ് ഇവളുടെ വീടിന്റെ പുറത്ത് വെച്ച് കണ്ടുമുട്ടും. അപ്പോഴാണ് അത് കണ്ണാടിയിട്ട് ഒരുത്തനും അവൻ നേരത്തെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം അവന്റെ കൂട്ടുകാരനാണ് നമുക്കെല്ലാം ഒരുമിച്ച് പോകാളിയാന്ന് പറഞ്ഞ് അവനെ തടഞ്ഞെടുത്താൻ നോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവനൊന്നും കേൾക്കാതെ നിങ്ങളൊക്കെ വരാൻ കുറെ ലേറ്റാവും, എനിക്ക് ടൈമിംഗ് ആണ് പ്രധാനം എന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ പോകാൻ നോക്കും. അങ്ങനെ ഈ കണ്ണാടിയിട്ട പയ്യനാണ് നമ്മുടെ ഹീറോ ഗാവൂസു. പിന്നെ കൂടെയുള്ളത് അവന്റെ കൂട്ടുകാരൻ ഡൊങ്ജു. അങ്ങനെ ഇവന്മാർ തമ്മിൽ സംസാരിക്കുന്ന കാണുന്ന അവളാണ് ഒരുത്തൻ ഭയങ്കര സ്നേഹം കാണിക്കുന്നു, ഒരുത്തൻ അത് മൊത്തത്തെ അവോയ്ഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇവൾ അതൊക്കെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് ഒരു വണ്ടാണ് ഇവളുടെ മുഖത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവളും ഫോൺ എടുത്ത് ഇവളുടെ ഫേസ് നോക്കുമ്പം അതേസമയം ഇവളെ കാണുന്ന ഗാവൂസു ആണ്. അവൻ തെറ്റിയിരിക്കും ഇവന്മാർ രണ്ടുപേരും സംസാരിക്കുന്ന ദൂരെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാന്ന്. അതുകൊണ്ട് അവൻ നൈസിന് അടുത്തേക്ക് ചെന്നിട്ട് മറ്റുള്ളവർ അനുവാദമില്ലാതെ വീഡിയോ എടുക്കാൻ ഇവൾക്ക് നാണില്ലെന്ന് പറഞ്ഞ് അവൻ ചെന്ന് തർക്കിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് അതിനാര് വീഡിയോ എടുത്ത് അവൾ മുഖം നോക്കിക്കൊണ്ടിരുന്നെന്ന് പറയുമ്പം ഇത് കേട്ട് അവൻ വിശ്വസിക്കാതെ ഇവനെ പോലെ കാണാൻ ഹാൻസം ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വീഡിയോ എടുത്ത് ഇവൾ പോസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാനല്ലേ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് അതൊന്നും ഇവന്റെ അടുത്ത് നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ അതോടെ അവൾ മൊത്തം ദേശിത്തി ഇവൻ പറയുന്ന പോലെ ഒന്നും ചെയ്തില്ല, വേണേ ഫോണൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കിക്കുമ്പോൾ തന്നെ ഇവന്റെ കൂട്ടുകാരനാണ് ഇവൾ പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ട് അവളെ വെറുതെ വിടാൻ പറയും. പക്ഷെ അതേസമയം അവനും ഇവൾ കുറെ സമയമായിട്ട് ഇവിടെ നിന്ന് വീഡിയോ എടുക്കും ഞാൻ കണ്ടായിരുന്നു പറഞ്ഞ് അവൻ ആ ഫോൺ അങ്ങ് തട്ടിപ്പറിക്കുമ്പം അതേസമയം ആ ഫോണാണ് രണ്ടുപേർ തമ്മിൽ നടക്കുന്ന തർക്കത്തി തറയിൽ വീന്ന് അങ്ങ് പൊട്ടും. അങ്ങനെ അതുകൊണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ച് ഇനി ഇത് ശരിയാക്കുള്ള പൈസ ആര് തരുവാടാന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അവനെങ്കിൽ പിന്നെ ആദ്യമേ ഫോൺ ചോദിച്ചപ്പോൾ അങ്ങ് തരണമായിരുന്നു പറയും. അപ്പൊ കൂട്ടുകാരനടുത്തിരുന്ന് ഇവന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല, അവൻ കുറച്ച് സെൻസിറ്റീവ് എന്ന് പറഞ്ഞ് അവൻ പൈസയൊക്കെ തരാന്ന് പറയുമ്പം അവളും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗാവൂസ് മാത്രം പറയുന്നുണ്ട് ഈ യൂണിഫോം ഞാൻ എവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവളെ കണ്ടെത്തുവാണ് വെറുതെ വിടത്തില്ലെന്ന് പറയുമ്പം അവൾ ഇവനെ കണ്ട് പേടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവ തമ്മിൽ നടക്കുന്ന തർക്കം കാരണം തന്നെ അവസാനം അവന് ലേറ്റായി. അതുകൊണ്ട് ഇവന്മാരുടെ കൂടെ ഒരുമിച്ചായിരിക്കും കാറിൽ പോകുന്നത്. അപ്പോഴാണ് പോകുന്ന വഴിക്ക് വെച്ച് അവന് ഈജുവിനെ കണ്ടിട്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുവാന്ന് അവൻ അവിടെ നിന്ന് സിഗ്നൽ കാണിക്കും. ഇത് കണ്ട് അവൾ ഷോക്കായി ഇവൻ എന്തോ പ്രാന്താണെന്നറിഞ്ഞ് അവൾ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് സ്കൂളിലേക്ക് വരുന്ന ഈജുവും അവളുടെ കൂട്ടുകാരിയെ കണ്ടുമുട്ടും. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരുമ്പം അവളുടെ കൂട്ടുകാരിയും ഇവൾ എഴുതുന്ന കഥയൊക്കെ എന്നാ കാണിക്കാമോ എന്നും ചോദിക്കുമ്പം അവളാണ് ചെറിയ പേടിയിൽ ഒരുപക്ഷെ കൂട്ടുകാരോട് കാണിച്ച ഇവളെ കുറിച്ചെല്ലാം മോശമായിട്ട് വിചാരിച്ച് ഇവൾ അതൊക്കെ ഫേമസ് ആയിട്ട് പിന്നെ പറയാന്ന് നൈസനങ് എസ്കേപ്പ് ആകും. അങ്ങനെ ഇവരൊക്കെ ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പേ പുതിയതായിട്ട് പഠിപ്പിക്കാൻ വന്ന കുറച്ച് സാറുമാരെ ഇവരൊക്കെ ടീച്ചർ റൂമിന്റെ പുറത്തിരുന്ന് നോയിക്കൊണ്ടിരിക്കും വന്നേക്കുന്ന ആരാന്നറിഞ്ഞ്. അപ്പോഴാണ് അകത്ത് പ്രിൻസിപ്പളും അവിടെയുള്ള ബാക്കി ടീച്ചേഴ്സിനോടൊക്കെ വന്ന പുതിയ സാറുമാരെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അത് ആദ്യത്തേത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. ഇവന്റെ പേര് ഗീജോൺ. ഇവൻ PT സാറായിട്ട് ഇപ്പൊ ജോയിൻ ആയേക്കുക. അതിനുശേഷം രണ്ടാമതായിട്ട് കാണിക്കുന്ന ഡാജു, ഇവനും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണ്. ഇവൻ ഒരു ജാപ്പനീസ് ടീച്ചർ. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ട ഡൊങ്ജു ആണ്. ഇവൻ പഠിപ്പിക്കുന്ന ലിറ്ററേച്ചർ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഹീറോ ഗാവൂസു, ഇവനാണ് ഇവിടത്തെ മാത്സ് ടീച്ചർ. അങ്ങനെ ഇത് കാണാൻ വരുന്ന ഈജു ആണ് ഷോക്കായിട്ട് ഈ തെണ്ടിയാണോ എന്റെ മാത്സ് ടീച്ചർ എന്നറിഞ്ഞ് അവൾ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അതേസമയം ഇവരൊക്കെ പുറത്തിരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുമ്പം കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അറിയാതെ
അറിയാതെ ഡോറ് തള്ളി പൊളിച്ച് ഇവരെല്ലാം അകത്തേക്ക് കയറിയും. അങ്ങനെ ഇത് കണ്ട് അവന്മാരൊക്കെ ഷോക്കായിരിക്കുമ്പം അതേസമയം പ്രിൻസിപ്പളാണ് ഇവിടെ എന്തോ നടക്കുന്നതെന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ എല്ലാത്തിനും ഇറങ്ങി പോകാൻ പറയും. അതോടെ അവരൊക്കെ അവിടെ സ്ഥലം ഇടുമ്പം ഗാവൂസും ആ കൂട്ടത്തിന്റെ ഇടെ ഈജുവിനെ കണ്ടിട്ട് ഇവളപ്പോ ഈ സ്കൂളിലാണെന്ന് അറിഞ്ഞ് അവന് വന്നപ്പോ തന്നെ നോട്ടം ഇടും. അങ്ങനെ അതിനുശേഷം ബെല്ലൊക്കെ അടിച്ചിട്ട് ഇവരെ ക്ലാസ്സിലേ ചെല്ലുമ്പോഴാണ് ഇവിടെ ഈജു അറിയാൻ വരുന്ന ഇവളുടെ ക്ലാസ് ടീച്ചർ ഇനി തൊട്ട് ഇവള് രാവിലെ വഴക്കുണ്ടാക്കിയ ഗാവൂസും ആണെന്ന്. അതുകൊണ്ട് അവളും മൊത്തത്തിൽ പെട്ടെന്ന് അറിഞ്ഞിരിക്കും. അങ്ങനെ അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ തന്നെ അവനും എല്ലാവരുടെ പേരൊക്കെ വിളിച്ച് അവൻ അറ്റൻഡൻസ് എടുക്കുമ്പം അതേസമയം ഈജു മാത്രം അവനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ കുറച്ച് വെറുപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും ഇവൾ ആളത്രയ്ക്കും പോരെന്നറിഞ്ഞ് അവനും മാത്സ് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രധാനമെന്നറിഞ്ഞ് അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പം ഇവളാണ് അവിടെ നിന്ന് സൈലന്റ് ആയിട്ട് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന അവനും ദേഷ്യത്തി ഇവളുടെ മാത്സിന്റെ മാർക്ക് എത്ര ചോദിക്കുമ്പം അവള് മൊത്തം ഷോക്കായിട്ട് അതെന്തായാലും ഇപ്പൊ ചോദിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും മാത്സ് സാറായിട്ട് ഇവളുടെ മാർക്ക് അറിയാൻ അവൻ അവകാശമില്ലെന്നറിഞ്ഞ് അവൻ വീണ്ടും ചോദിക്കുമ്പം ഇവളും വെറും 4 മാർക്ക് കിട്ടിയെന്നറിയും. അങ്ങനെ ഇത് കേട്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് വെറും 4 മാർക്ക് കിട്ടിയിട്ട് നിനക്ക് ഞാൻ സംസാരിക്കുമ്പോൾ കളിയാക്കി ചിരിക്കുന്നോ? ക്ലാസ് കഴിഞ്ഞിട്ട് നീ അപ്പം തന്നെ എന്റെ ഓഫീസിലേക്ക് വാ എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയ ഉടനെ ഇവൾ എന്നെ മാത്രം എന്തിനാ ഒറ്റയ്ക്ക് വിളിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവളും കുറച്ച് ദേഷ്യത്തിലൊക്കെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനേശം അവനും ഇവൾക്ക് എന്തുകൊണ്ടാ മാത്സ് ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടുകയും ചോദിക്കുമ്പം അവളാണ് മാത്സ് ഒന്നും അവൾക്ക് വരത്തില്ലെന്നറിഞ്ഞ് അവൾക്ക് ആ സബ്ജക്ട് ഇഷ്ടമല്ലെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അതിന് മാത്സിനെ കുറിച്ച് നിനക്ക് എന്തറിയാന്നറിഞ്ഞ് ഇവനും കുറച്ച് ചോദ്യമൊക്കെ ചോദിക്കുമ്പം അവളാണ് മാത്സ് കണക്കല്ലേന്നറിഞ്ഞ് അവളൊരു ഉത്തരം പറയും. അപ്പോഴാണ് അവനും എന്തുകൊണ്ടാ മാത്സ് വർക്കുന്നതെന്ന് പോലും അറിയത്തില്ല, അതിനെ ആദ്യം നമ്മുടെ തലയിരിക്കുന്ന ബ്രെയിനും കൊണ്ട് ഒന്ന് കണക്ക് ചെയ്ത് നോക്കണം, എന്നാലേ ഇതെന്തോ സംഭവം എന്ന് അറിയത്തുള്ളൂ. അവിടെ നീ ചെയ്തു നോക്കാത്തോണ്ട് തന്നെ നിനക്ക് മാത്സ് വരുന്നില്ല, അല്ലാതെ നിനക്ക് പ്രത്യേകിച്ച് വെറുപ്പൊന്നും ജനിച്ചോടൊന്നും വരത്തില്ല. മര്യാദയ്ക്ക് മാത്സിനെ കുറിച്ച് നീ ഒരു 20 പേജുള്ള എസ് എഴുതിക്കൊണ്ട എന്നിന് അവനെ പറഞ്ഞേക്കുമ്പം ഇത് കേട്ട് അവളാണ് 20 പേജ് എഴുതണമെന്ന് പറഞ്ഞ് അവളും കുറച്ച് വിഷമിച്ചൊക്കെ അവിടെ നിന്ന് പോകും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് ഇവളും പുറത്ത് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പം അതേസമയം അവിടെ ഹീറോയുടെ 2 കൂട്ടുകാരന്മാരാണ് അവിടുന്ന് വീണ്ടും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാർ തമ്മിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഇവള് പതി അവിടെ ചെന്ന് നോക്കുമ്പം ഇവൾക്ക് വീണ്ടും ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്ന പോലെയൊക്കെ ചിന്ത വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവൾ അപ്പത്തൊട്ട് ഒരു തീരുമാനം എടുക്കും, ഇവന്മാരുടെ കഥ തന്നെ ഇവളൊരു സ്റ്റോറി ആയിട്ട് എഴുതി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാന്ന്. അതുകൊണ്ട് അടുത്ത ദിവസം ഇവന്മാർ ഓരോരുത്തരും ക്ലാസ്സിൽ വന്ന് പാടെടുത്തോണ്ടിരിക്കുമ്പം ഇവളാണ് ഇവർ പറയുന്ന ഡയലോഗ് വെച്ച് അവൾ അതൊരു കഥയായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനകത്ത് അവൾ മെയിൻ ആയിട്ട് വച്ചേക്കുന്ന ഒന്ന് ഇവളുടെ ലിറ്ററേച്ചർ സാറിനെയും പിന്നെ PT സാറിനെയാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ PT ക്ലാസ്സിൽ അവൻ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുമ്പം അതേസമയം ഇവ മറ്റവനായിട്ട് റൊമാൻസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി എന്റെ ചിന്ത എന്തോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞ് അവൾ സ്പീഡ് ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം ഇത് കാണാൻ വരുന്ന അവനാണ് ഇവൾക്ക് നല്ല ടാലന്റ് ഉണ്ടെന്ന് അറിഞ്ഞ് ഇവൾ റണ്ണിങ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുമ്പം അവളാണ് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് നാണിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതിനേശം വീട്ടിലേക്ക് വന്നിട്ട് അവളാണ് ഇപ്പൊ കഥയിൽ ആദ്യത്തെ 2 മെയിൻ ക്യാരക്ടർ അവൾക്ക് തയ്യാറായി. അങ്ങനെ അതുകൊണ്ട് അവന്മാർ 2 പേര് മാത്രം പോരെന്നറിഞ്ഞ് 3ാമതൊരുത്തിന് കൊണ്ടുവരണമെന്ന് ഇവളുടെ ജപ്പാനീസ് ടീച്ചറിനെ നടുക്കൊണ്ടുവരും. പക്ഷെ അവന്റെ ക്യാരക്ടറിന് ഇവരുടെ ലവിന് ഒരു തടസ്സമായിട്ട് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുമ്പോ തന്നെ നമ്മുടെ ഗാവൂസിനെ ഇവൾക്ക് ഓർമ്മ വരും. അവനെ കണ്ടപ്പോ തന്നെ അവൻ ഭയങ്കര ദേഷ്യത്തിലൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവനെ പോലെ ഒരാൾക്ക് മാത്രമേ ഇവരുടെ ലവിനെ തടയാൻ നോക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇവൾക്ക് വയ്ക്കാൻ പറ്റത്തുള്ളെന്ന്. അതുകൊണ്ട് തന്നെ ഇവളെഴുതുന്ന കഥയിൽ ഇവളുടെ മാത്സ് സാറും PT സാറാണ് ലിറ്ററേച്ചർ സാറിനെ പ്രണയിക്കുന്ന അവളുടെ കഥയിലെ ക്യാരക്ടേഴ്സ്. അങ്ങനെ അതൊക്കെ തയ്യാറാക്കി അവളും അടിപൊളി ഈ കഥ മിക്കവാറും ഹിറ്റാവെന്ന് പറഞ്ഞ് അവൾ ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇരിക്കും. അങ്ങനെ അതിനേശം അവളും അവളുടെ ആദ്യത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അവളും പിന്നീട് എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് നിർത്തി വയ്ക്കും. അതിനേശം അടുത്ത ദിവസം ഇവിടെ രാവിലെ തന്നെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം അതേസമയം തന്നെ ഗാവൂസും സ്കൂളിലേക്ക് നടന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾ മേടിച്ചിട്ട് ഇവൻ എന്തിനാ കറക്റ്റ് ഈ സമയത്ത് തന്നെ വരണം എന്ന് പറഞ്ഞ് ഇവളും പുറകെ തന്നെ അവനെ കാണാതെ ചെന്നോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് കാക്ക എന്തോ തൂറിയതുകൊണ്ട് അവൻ പേടിച്ച് അപ്പൊ തന്നെ ബോധം കെട്ടി വീണു പോകും. ഇത് കണ്ട് ഇവളാണ് ഷോക്കായിട്ട് പെട്ടെന്ന് ഇവൻ ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ഓടി അടുത്തേക്ക് ചെന്ന് നോക്കുമ്പം അവൻ അവിടെ ഒരു ബോധമില്ലാതെ അവിടെ ഡെഡായ അവസ്ഥയെ കിടക്കും. അതുകൊണ്ട് അവളാണ് പേടിച്ചു പോയി ഒരു കാക്ക തൂറിയതുകൊണ്ട് ഇവൻ ചത്തുപോയെന്ന് പറഞ്ഞ് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പം പെട്ടെന്ന് അവനാണ് ബോധം വരും. അങ്ങനെ ഇത് കണ്ട് അവളാണ് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുമ്പം അതേസമയം അവനും ഈ ഒരു അവസ്ഥയിൽ ഇവള് കണ്ടോന്ന് അറിഞ്ഞിട്ട് അവന് കണ്ണാടി എന്തിയെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. കാരണം കണ്ണാടി ഇല്ലാതെ ഇവനെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പഴാണ് അവളും കണ്ണാടി വേണം ഞാൻ തപ്പിത്തരാന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൂടെ ചേർന്ന് സഹായിച്ചോണ്ടിരിക്കുമ്പം അറിയാതെ ഇവളാണ് അവന്റെ കണ്ണാടി കയറി അങ്ങ് ചവിട്ടും. അപ്പഴാണ് ഈ ശബ്ദം കേട്ട് അവനും ഇപ്പൊ ചവിട്ടിയത് എന്റെ കണ്ണാടിയാണെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഇവളാണ് പേടിച്ചിട്ട് ഏത് കണ്ണാടി, ഇവിടെങ്ങില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക എന്നിന് അവൾ അവനോട് കള്ളം പറഞ്ഞിട്ട് ആ കണ്ണാടി എടുത്ത് അവളുടെ ബാഗ് വെക്കും. അപ്പഴാണ് അവനും കണ്ണാടി കിട്ടില്ല അവന്റെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞ് അവന്റെ ഫോൺ എടുത്ത് അവളുടെ കൊടുക്കും. അങ്ങനെ അതിനേശം അവന്റെ വീട്ടിൽ ഇരുന്ന ഒരു സ്പെയർ കണ്ണാടി അവൻ ഇട്ടിട്ട് ഇവിടെ അവന്മാരൊക്കെ ഒറിജിനൽ കണ്ണാടി തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ എത്ര സമയം നോക്കിയിട്ടും ഇവന്മാരെ കൊണ്ട് അത് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഈജുവിന്റെ കയ്യിലാണ് ആ കണ്ണാടി ഉള്ളത്. പക്ഷെ അവൾ ആ സത്യമൊന്നും പറയാതെ ഇവന്മാരുടെ കൂടെ അന്വേഷിക്കുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കും. അവസാനം ആ കണ്ണാടി ഇട്ടാത്തോണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സമയം നിറഞ്ഞ്
അവന്മാരൊക്കെ വണ്ടി കയറി പോകാൻ നോക്കുമ്പം ഇവളാണ് ഇപ്പൊ ഞാൻ എങ്ങനെ പോകുന്ന പറഞ്ഞ് പുറത്തിട്ട് നോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്ന അവന്മാരും ഇവൾക്ക് പോകുന്ന വഴിക്ക് ലിഫ്റ്റ് കൊടുക്കും. അതുകൊണ്ട് ഇവള് ഭയങ്കര സന്തോഷത്തിൽ ഹാൻസമായ യുവമാരുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് റൈഡിന് വരുമെന്ന് പറഞ്ഞ് അവള് ഭയങ്കര സന്തോഷത്തിരിക്കുമ്പം പെട്ടെന്ന് ഇവൾക്കാണ് ഒരു കാര്യം പിടിയിട്ടും സ്കൂളിൽ വെച്ച് ഇനിയിപ്പോ ഇറങ്ങുവാണ് ഉള്ള ഗേൾസ് എല്ലാം കൂടെ ഇവളെ കണ്ട ദേഷ്യപ്പെട്ട് അടിക്കാനൊക്കെ തുടങ്ങുന്നു. കാരണം അവർ ഓരോരുത്തരും ഇവന്മാർ 4 പേരെ ക്രഷായിട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവളിപ്പോ ഇവന്മാരുടെ കൂടെ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞാൽ ഇവളെ തീർന്നെന്ന് മനസ്സിലാക്കി അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവന്മാർ പോയതിനു ശേഷം ഇറങ്ങിക്കോളാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവസാനം ഇവന്മാരൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് പോയതിനു ശേഷമാണ് അവള് പതിയെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. എന്നിട്ട് ഗാവൂസ് മാത്രം അവളെ കാണാൻ വേണ്ടി അവിടേക്ക് വന്നിട്ട് സത്യത്തിൽ ആ കണ്ണാടി നിന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ചോദിക്കുമ്പം ഇവളാണ് ഒരു ദിവസം അവൻ അത് എടുത്തു വയ്ക്കുന്ന കണ്ടോന്ന് പറഞ്ഞിട്ട് അവളും അവളുടെ ഇല്ലെന്ന് ആ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അത് വില കൂടിയ കണ്ണാടിയ എനിക്കത് കിട്ടാൻ പാടാന്ന് പറഞ്ഞ് അവന് ഒണ്ടേ തരാൻ പറയുമ്പം അവള് സത്യമായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ അങ്ങ് പറഞ്ഞയക്കും. കാരണം ഇവളാ കണ്ണാടി പൊട്ടിച്ചത് ഇനി ഇവൻ അറിഞ്ഞ സീനാവെന്ന് പേടിച്ചിട്ട്. അതിന് ശിവറ ക്ലാസ്സിലേക്കാണ് പുതിയൊരു സ്റ്റുഡന്റ് ട്രാൻസ്ഫർ ആയി വരും. ഇവളുടെ പേര് ജെനി. അങ്ങനെ ഇവൾ വിദേശത്ത് നിന്ന് ഇപ്പോ കൊറിയയിലേക്ക് പഠിക്കാൻ വന്നോണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് അവെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞ് അവരൊക്കെ ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളും സിംഗപ്പൂരിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു, കൂടാതെ കൊറിയ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് അവരായിട്ടൊക്കെ സന്തോഷിച്ച് സംസാരിക്കും. അങ്ങനെ അതിനുശേഷം ഇന്റർവൽ സമയത്ത് ഈജു ആണ് അവന്റെ പൊട്ടിപ്പോയ കണ്ണാടി പശയം കൊണ്ടൊക്കെ ഒട്ടിക്കാൻ നോക്കും. പക്ഷെ ഇവൾ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനുശേഷം ക്ലാസ് സമയത്ത് ഇന്നലെ അവൻ പറഞ്ഞ് എസ് ഇവൾ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഇവളുടെ ജാപ്പനീസ് ടീച്ചർ ഡാജു ആണ് ഇത് കണ്ട് അടുത്തേക്ക് വന്നിട്ട് അവന്റെ ക്ലാസ് എന്തുവാ ചെയ്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും മൊത്തത്തിൽ പേടിച്ചുപോയി സാറിനെ നോക്കുമ്പം അവൾ അടുത്ത സെക്കൻഡ് തന്നെ അവളെ പൊക്കിയെടുത്തോണ്ട് നേരെ ഗാവൂസിനെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം അവനും ദേഷ്യത്തിൽ അവൻ പഠിപ്പിക്കുന്ന കാണാതെ ഇവന്റെ എസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഇതിനിവൻ വേണം വഴക്കുറയേണ്ടെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അവനും വീട്ടിൽ വെച്ച് എഴുതാൻ പറഞ്ഞ ക്ലാസ് സമയത്താണ് എഴുതുന്നതെന്ന് പറഞ്ഞ് അവളെ വഴക്കുറഞ്ഞിട്ട് ഇവൾ എഴുതി വായിക്കാൻ വേണ്ടി പറയുമ്പം അവൾ എല്ലാവരും ഫ്രണ്ട് വെച്ച് വായിക്കണമെന്ന് പറഞ്ഞിട്ട് അവള് മാത്സ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൾ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും അവളെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും മാത്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ നിനക്ക് മാത്സ് ഇഷ്ടമല്ലെന്ന് വീണ്ടും എഴുതിക്കൊണ്ട് വന്നേക്കോണെന്ന് പറഞ്ഞ് അവനും കുറച്ച് ദേഷ്യത്തിലേക്ക് ഇരിക്കുമ്പം ഇവന്റെ കൂട്ടുകാരന്മാരാണ് ഇതെല്ലാം കണ്ട് സൈലന്റ് ആയിട്ട് ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവള് സോറി സാർ എന്ന് പറഞ്ഞ് അവനോട് കുറെ കെഞ്ചുമ്പം ഇവനും എന്നാലും ക്ലാസ് സമയത്ത് ഇവൾ ഈ എസ് ഒക്കെ എഴുതിയോണ്ട് ഇവൾക്ക് സി മാർക്ക് 2 മാർക്ക് കുറയ്ക്കുമെന്ന് പറയും. കൂടാതെ ഇനി തൊട്ട് ക്ലാസ് എപ്പോഴും താമസിച്ചിരുന്ന ജിയയെ ഇവള് വേണം ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കണ്ടേന്ന് പറയുമ്പം ഇവളാണ് അതൊക്കെ എന്തിനാ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അതൊക്കെ അവള് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇവനും ഒരു ഫ്രണ്ടിനെ പോലും സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇതൊരു പനിഷ്മെന്റ് ആണെന്ന് പറയുമ്പം അവളും ക്ലാസ് കഴിഞ്ഞിട്ട് അവളുടെ കൂട്ടുകാരിയോട് ഇവൻ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൾ മാത്സ് സാറിനെ കുറിച്ച് കുറെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം വീണ്ടും അവന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവളാണ് പനി വന്ന പോലെ അവിടെ ചുമ്മാ ആക്ടിങ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ഇവൾക്ക് സത്യത്തിൽ പനിയാന്ന് വിചാരിച്ച് അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞയക്കാൻ നോക്കുമ്പം അതേസമയം അവൾ ഇട്ടേക്കുന്ന മേക്കപ്പാന്ന് അളിയന് പിടികിട്ടി. അതുകൊണ്ട് തന്നെ അവനും ഇപ്പൊ പഠിപ്പിച്ച എന്തോന്നറിഞ്ഞ് അവളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ തന്നെ ഇവള് പേടിച്ചിട്ട് അതൊന്നും അറിയത്തില്ലെന്നറിയും. അപ്പോഴാണ് അവനും അതുപോലെ അറിയാതെ നീയൊക്കെ 1ാം ക്ലാസ് ഇരിക്കാതെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്നറിഞ്ഞ് അവൻ കുറെ വഴക്കുറയുമ്പോ തന്നെ ഇത് കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവളുടെ സ്വപ്നത്തിൽ അവളൊരു ഡയറക്ടറായിട്ട് അവനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും. എടാ മാങ്ങാണ്ടി, നിനക്ക് നല്ലോണം ആക്ട് ചെയ്യാൻ അറിയാവോ? എന്തൊരു ആക്ടിങ് നീ ചെയ്യുന്നത്? നിന്റെ ഇമോഷൻസ് ഒന്നും ഒട്ടും ശരിയല്ല എന്നിന് അവൾ അവന് വഴക്കുറയുമ്പം അവനും ഞാൻ കറക്റ്റ് ആയിട്ടല്ല ആക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇവളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും നീ ഡയറക്ടറിനെ തിരിച്ച് സംസാരിക്കുന്ന എടാ പോന്നേ പോട്ടെന്ന് പറഞ്ഞ് നിനക്കൊരു ക്യാരക്ടർ എന്ന് നീ എന്ത് ഓവറായിട്ട് പോന്നെ എന്നിന് ഇവളിങ്ങനെ സ്വപ്നത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ നിന്ന് അവനും മര്യാദയ്ക്ക് ഇക്വേഷൻസ് ഫുള്ളും ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ അവനോടുള്ള ദേഷ്യത്തിൽ സ്കൂൾ കഴിഞ്ഞിട്ട് ഇവളും അവന്റെ കണ്ണാടി എടുത്ത് വേസ്റ്റിനകത്ത് അങ്ങ് എറിയും. അതിനേശം ഇവളുടെ ദേഷ്യം കുറയാതെ ഇവളാണ് അന്ന് രാത്രി എഴുതുന്ന ബാക്കി കഥയിൽ ഗാവൂസിന് അടി കിട്ടുന്ന പോലെ അവളെ കഥ എഴുതി വെക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ PT സാർ അടിക്കുന്ന പോലെ കാണിച്ചിട്ട് അവൾ ആ കഥ കണ്ടിന്യൂ ചെയ്യുമ്പം ഇവളൊരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഒരടിയൊന്നും പോരാ ഇനി 2-3 അടി വേണമെന്ന് അറിയും. അപ്പോഴാണ് കഥ ഇരിക്കുന്ന അവന് ഷോക്കായി ഒരടി നിനക്ക് പോരെന്നോ എന്നിന് അവന് നോക്കുമ്പോ തന്നെ ഇവൾ അവന്റെ കൂട്ടാൻ ചിരിച്ചിട്ട് എന്നാ വച്ചോടെ അടുത്തടി നിറഞ്ഞ് അവനടിച്ചങ്ങ് പൊട്ടിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് പാവൻ ഡൊങ്ജു ആണ് അവൻ വിഷമിച്ച് നോയിക്കൊണ്ടിരിക്കും. കാരണം അവൻ പണ്ട് തൊട്ടേ സ്നേഹിക്കുന്ന ഗാവൂസിനെ. പക്ഷെ അവൻ അത് വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. പിന്നീട് ഈ PT സാർ വന്ന് ഡൊങ്ജുനെ സ്നേഹിക്കുമ്പോഴാണ് അവന് അസൂയ വന്ന് പുറകെ വരുന്നത്. അങ്ങനെ ആ കഥയൊക്കെ എഴുതി വെച്ചിട്ട് ഇവളും ഇവന് 2-3 അടി കൊടുത്തപ്പോഴാണ് സന്തോഷം എന്ന് പറഞ്ഞ് അവളും പറഞ്ഞോണ്ട് ഇതിപ്പോഴെങ്കിലും നെറ്റിനകത്ത് അപ്ലോഡ് ചെയ്താലെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പം കഥയുള്ള അവന്മാരാണ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും, ഞങ്ങളൊക്കെ ഫേമസ് ആണ്ട് എന്നിന് അവന്മാർ അവിടെ നിന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ചെയ്യാം എന്നിന് അവളും മൊത്തത്തിൽ മോട്ടിവേറ്റ് ആയി അപ്ലോഡ് ചെയ്ത ഈ സ്കൂളിൽ ഇരിക്കുന്ന ആരാ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവളതങ്ങ് പബ്ലിഷ് ചെയ്യും. ഇതേ സമയം കണ്ണാടില്ലാതെ പാവം ഗാവൂസിനാണ് അവന് കണ്ണുവേന എടുത്തോണ്ടിരിക്കും. കാരണം ഒറിജിനൽ സാധനം ഇല്ലെങ്കിൽ
ഇവനെ കൊണ്ട് നല്ല രീതിയിൽ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നിട്ട് അവൻ ഇവിടെ ഇപ്പൊ കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കൂട്ടുകാരന്മാരും എന്നാൽ ആ കണ്ണാടി അവിടെ പോയി നിറഞ്ഞ് ആ സ്ഥലം ഫുൾ അന്വേഷിക്കിട്ട് കിട്ടാത്തോണ്ട് മിക്കവാറും ഇവന്റെ മുഖം തപ്പിയിട്ട പക്ഷിയായിരിക്കും അത് എടുത്തോണ്ട് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് അവനും വെറുത്തുപോയി ഇവന്മാർ ഉണക്ക കഥയും കൊണ്ട് തോറ്റം നിറഞ്ഞ് അവർ റൂമിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം അവന്റെ ഒറിജിനൽ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് തലകർക്കൊക്കെ വന്ന് വീട്ടിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന അവന്മാരാണ് ഈ ഒരു അവസരം ഇനി സ്കൂളിലേക്കൊന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് അവന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ഇവന്മാർ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം കുറച്ച് ദിവസമായിട്ട് ഗാവൂസ് ആണെങ്കിൽ സ്കൂളിലേക്ക് വരത്തില്ല. അപ്പോഴാണ് ഇതറിയാൻ വരുന്ന ഈജു ആണ് അവൻ കണ്ണു തന്നെ കാരണം വരാത്തെന്ന് അറിഞ്ഞിട്ട് അവന്റെ കണ്ണാടി അത്രയ്ക്കും പ്രധാനമാണെന്ന് ഇവള് വിചാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവന്റെ കൂട്ടുകാരന്മാരും അവന്റെ കണ്ണാടി കാണുന്നില്ല നോട്ടീസൊക്കെ ഇറക്കി കണ്ടുപിടിച്ച് തരുന്നവർക്ക് പൈസ എന്നൊക്കെ എഴുതി വെച്ചേക്കും. അപ്പോഴാണ് ഈ നോട്ടീസ് കാണാൻ വരുന്ന ഈജു ആണ് ഇത് അത്രയ്ക്കും വലിയ സീരിയസ് ആണെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവന്മാരും ആ കണ്ണാടി സ്പെഷ്യൽ ഗ്ലാസ് അത് കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയും. അതുകൊണ്ട് അവൾ അപ്പം തന്നെ ആക്രിക്കകത്തിരുന്ന ആ കണ്ണാടി എടുക്കാൻ നോക്കുമ്പോൾ കുറച്ച് സമയം മുമ്പ് ഒരു വണ്ടി വന്ന് ആക്രയൊക്കെ പറയിക്കൊണ്ട് വന്ന് അതോടെ അവള് മേടിച്ചിട്ട് അപ്പം തന്നെ അവൾ ആ വണ്ടിയെ ഫോളോ ചെയ്ത് പോകും. അങ്ങനെ അവസാനം ഇവൾ എങ്ങനെയൊക്കെ ആ വണ്ടിയെ തടഞ്ഞു നിർത്തി ഒരു കണ്ണാടി അറിയാതെ അതിനകത്ത് ഇട്ടെന്ന് പറഞ്ഞ് ആ ഡ്രൈവറിനോട് പറഞ്ഞ് മനസ്സിലാക്കി അവസാനം അവളും ആക്രി ഫുള്ളും തപ്പി ആ കണ്ണാടി കണ്ടെത്തും. അതിനുശേഷം ഈ കണ്ണാടി അവന്റെ ഇവള് തന്നെ കൊടുത്ത അവൾക്ക് സീനാന്ന് വിചാരിച്ച് അവളുടെ അനിയന്റെ കൊടുത്തേക്കും. അപ്പോഴാണ് ഇത് വാങ്ങിച്ചിട്ട് അവനാണ് ഈ കണ്ണാടി എവിടെ കിടന്ന കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അനിയനാണ് അതൊക്കെ എവിടെ കിടന്ന് കിട്ടിയെന്ത് കണ്ണാടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് നോട്ടീസ് പറഞ്ഞ പോലെ പൈസ തരാൻ പറയും. അപ്പോഴാണ് ഗാവൂസും എങ്കിൽ പിന്നെ നീ എന്നെ വിളിച്ച നമ്പറില്ലേ അത് എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ ഫോൺ നമ്പർ ആണല്ലേ, നീ ആരാ ഈജുവിന്റെ അനിയനാണോ എന്നിട്ട് അവൻ കണ്ടുപിടിക്കുമ്പോൾ അനിയനും പേടിച്ചിട്ട് ആ അനിയനൊക്കെ തന്നെയാ, അതിനിപ്പോ എന്തോ ഉണ്ട് പൈസ എനിക്ക് ഗെയിം കളിക്കാൻ പോണം എന്നിട്ട് അവൻ പറയുമ്പം ഗാവൂസും പൈസ ആണെങ്കിൽ ഇപ്പൊ തന്നെ ചേച്ചി ഇങ്ങോട്ടേക്ക് വരാൻ പറയും. അങ്ങനെ അതോടെ അടുത്ത സെക്കൻഡ് അവൾ അങ്ങോട്ടേക്ക് വരുമ്പം അങ്ങനെ അതിനുശേഷം അവനും പലതവണ ഇവളോട് ചോദിച്ചിട്ടും ഇവൾ എന്തുകൊണ്ടാ കണ്ണാടിയുള്ള കാര്യം പറയാത്തേന്ന് ഇപ്പൊ ഇവളെ ചോദ്യം ചെയ്യുമ്പം അവളാണ് ആ കണ്ണാടി ചവിട്ടി പൊട്ടിച്ചോണ്ട് പേടിച്ചോ ഇതിന്റെ തരാത്തേന്ന് പറയും. പക്ഷെ ഈ കണ്ണാടി കാരണം ഇത്തരം പ്രശ്നം വരെയെന്ന് അറിയാത്തോണ്ട അവൾ ഇവനോടുള്ള ദേഷ്യത്തെ അതൊക്കെ വേസ്റ്റ് എറിഞ്ഞെന്ന് പറയുമ്പം അവനെങ്കിൽ പിന്നെ ഇവളുടെ അവസ്ഥ കണ്ട് സഹതാപപ്പെട്ടിട്ട് അവസാനം ക്ഷമിക്കാൻ തീരുമാനിക്കും. അതുകൊണ്ട് അതിനെ തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്ക് അവനും ഈ കണ്ണാടി ലക്ഷക്കണക്കിന് പൈസ വരും. അതുകൊണ്ട് ഇവളിത് പൊട്ടിച്ച സ്ഥിതിക്ക് അത്രയും പൈസ തരാൻ പറ്റാത്തോണ്ട് അതിന് പകരം ഇനി തൊട്ട് വൈകിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മാത്സിന്റെ എക്സ്ട്രാ ക്ലാസ്സിന് വരാൻ പറയും. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് അതൊക്കെ നല്ലോണം പഠിക്കുന്ന ബുജ്ജികളല്ലേ വരുന്നെന്ന് പറഞ്ഞ് ഇവൾ എന്നിട്ട് ഒരു പ്രയോജനമില്ലെന്ന് പറയുമ്പം അവനും കണ്ണാടി ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോകും. അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് ഇവൾക്കാണ് നല്ല ദേഷ്യം കാണും അവൻ എക്സ്ട്രാ ക്ലാസ്സിന് വരാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇതേ സമയം ഇവൻ പറഞ്ഞ ഡയലോഗ് ഓർത്ത് നോക്കുമ്പോൾ ഇവൾക്കതൊക്കെ അടിപൊളി ഡയലോഗായിട്ട് തോന്നും, ഇവളുടെ കഥയ്ക്കകത്ത് യൂസ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവള് ബാക്കി കഥ എഴുതാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവളൊരു കാര്യം അറിയാൻ വരുന്നത്. ഇപ്പൊ ഇവൾ എഴുതി തുടങ്ങിയ ഫസ്റ്റ് എപ്പിസോഡാണ് വേറെ ലെവൽ റീച്ചായി ഇവൾക്ക് കുറെ വ്യൂവേഴ്സ് വരും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് വിശ്വസിക്കാനൊക്കെ ഇത് നമ്മുടെ കഥ തന്നെയാണോ ഈ ട്രെൻഡിങ് കിടക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഒന്നും കൂടെ വീണ്ടും വീണ്ടും നോക്കും. അങ്ങനെ അതോടെ അവൾക്ക് ഉറപ്പായി ഇവൾ എഴുതിയ കഥ ഇപ്പൊ വമ്പൻ ഹിറ്റായെന്ന്. അങ്ങനെ കുറെ വ്യൂവേഴ്സും കമന്റ്സും വന്നുടനെ ഇവൾ അടുത്ത സെക്കൻഡിന് ബാക്കി കഥ എഴുതാന്ന് പറഞ്ഞിട്ട് കുറച്ചു സമയം മുമ്പ് ഗാവൂസ് പറഞ്ഞ ഡയലോഗ് ഇവളുടെ PT സാറ് ഡൊങ്ജുവിനോട് പറയുന്ന പോലെ എഴുതി വയ്ക്കും. അതായത് അറിയാതെ മറ്റവനാണ് ഇവന്റെ ചുണ്ടിനകത്ത് ചെറിയ തട്ടിവിടും. അതുകൊണ്ട് ഇവനും ദേഷ്യത്തി അവന്റെ ചുണ്ട് ലക്ഷക്കണക്കിന് വിലയുള്ളതാ, പക്ഷെ നിന്നെ കൊണ്ട് അത്രയ്ക്കും പൈസ എടുക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്നുണ്ട് ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് നീ എന്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് അവൻ പറയുന്ന ഡയലോഗായിട്ട് ഇവളിങ്ങനെ എഴുതി വയ്ക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ഡൊങ്ജു ആണ് എന്തുകൊണ്ടാ ആ ഈജുന് മാത്രം കുറെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുവന്നേന്ന് ചോദിക്കും. ഒരു പക്ഷെ ആദ്യം ഇവൻ വീഡിയോ എടുത്തെന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പം ഇത് കേട്ട് ഗാവൂസും അവളെ നമ്മൾ വീഡിയോ എടുത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അവൾക്ക് മാക്സിമം 4 മാർക്കേ ഉള്ളൂ, അവൾക്ക് എങ്ങനെ 4 മാർക്ക് വാങ്ങിക്കാൻ തോന്നും, അതുകൊണ്ടാ ഞാൻ അവളെ എന്റെ നോട്ടപ്പുള്ളിയാക്കി മാറ്റിയ എന്ന് അവൻ പറയുമ്പം അവിടേക്ക് വരുന്ന ഇവന്റെ ബാക്കി കൂട്ടുകാരന്മാരും ഇവൻ അതിനു മുമ്പ് കണ്ണാടിയെ കിട്ടിയെന്ന് പറഞ്ഞ് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കും. പക്ഷെ അവന് ഒരാളൊന്ന് കൊണ്ടുവന്നേന്ന് പറഞ്ഞ് ഈജുവിനെ കുറിച്ച് പറയാതിരിക്കുമ്പം അവന്മാരാണ് എങ്കിൽ പിന്നെ കണ്ണാടി കൊണ്ടുവന്ന് തന്നതിന് അവരോട് കടമപ്പെടാളിയാന്ന് പറഞ്ഞ് ഇവന്മാര് കുറെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് ഇവന് ദേഷ്യം വരുത്തുള്ളു, കാരണം കണ്ണാടി പൊട്ടിച്ച തന്നെ അവളാണ്. എന്നിട്ട് ഇവിടെ ഈജുവും അവളുടെ കഥയ്ക്കൊന്ന് കമന്റ്സ് ഒക്കെ വായിച്ച് സന്തോഷത്തിൽ വന്നോണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവളുടെ കൂട്ടുകാർ അവിടേക്ക് വന്നിട്ട് രാവിലെ തന്നെ എന്ത് നോക്കിയാൽ സന്തോഷപ്പെടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഈജുവും അവൾ എഴുതിയ കഥ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഹിറ്റായി എന്ന് പറയുമ്പം ഇത് കേട്ട് കൂട്ടുകാർ സന്തോഷത്തി എങ്കിൽ പിന്നെ അത് ഏത് കഥയാന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവളാണ് കുറച്ച് നാണക്കേടായതുകൊണ്ട് ഇവളോട് പറയാതിരിക്കുമ്പം കൂട്ടുകാരിയും എന്തായാലും BL സ്റ്റോറി ഒന്നും ആയിരിക്കത്തില്ലല്ലോ, കാരണം 2 പയ്യന്മാർ തമ്മിൽ സ്നേഹിക്കുന്ന കഥയൊന്നും എനിക്കിഷ്ടമല്ല, ഒരു ഗേളും ബോയല്ലേ യഥാർത്ഥത്തിൽ സ്നേഹിക്കണ്ട എന്നിന് ഇവള് പറയുമ്പം ഇത് കേട്ട് ഈജും ടെൻഷനായിട്ട് അതാ ശരിയാ ഈ BL സ്റ്റോറിയെ കാര്യമാണ് എന്നിന് ഇവളും അവസാനം അവളുടെ കഥയെ കുറിച്ച് പറയാതെ വീണ്ടും സീക്രട്ട് ആയിട്ട് വയ്ക്കും. അങ്ങനെ അതിനുശേഷം ക്ലാസ് തുടങ്ങുന്ന മുമ്പേ ഈജു ആണ് ആ ആപ്ലിക്കേഷൻ ഫോമായിട്ട് നേരെ ഇവളുടെ PT സാറിനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അതോടെ അവന് സന്തോഷത്തി നീ ടൂർണമെന്റ് പങ്കെടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പം ഇവളും മാത്സിന്റെ എക്സ്ട്രാ ക്ലാസ് ഉള്ളതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് നേരെ ഫോം എടുത്ത് ഗാവൂസിന്റെ കൊടുക്കും. എന്നിട്ട് അവളും മറ്റവനോട് സോറി പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി ഇതൊക്കെ ആര് കാരണം സംഭവിക്കാന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അവനും ഗാവൂസിനെ നോക്കി ഇവൾക്ക് പഠിത്തത്തിനേക്കാളും ബെസ്റ്റ് നല്ലോണം ഓടുന്നയാന്ന് പറയും. അപ്പോഴാണ് ഗാവൂസും ഇവ
ഇവളുടെ മടിക്ക് പഠിക്കാൻ പോലും പറ്റത്തില്ല, ഇവൾ അവിടെ കിടന്ന് ഓടുന്നറിഞ്ഞ് അവൻ അങ്ങ് ആക്കിയിടും. അപ്പരാണ് ഈജുവും അങ്ങനൊന്നല്ല, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്നറിഞ്ഞ് അവൾ കുറെ ജാടയെ കാണിക്കുമ്പം ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ ഇവൾ എത്ര മണിക്കൂർ ഉറങ്ങും ചോദിക്കും. കൂടാതെ നിന്റെ മാർക്കൊക്കെ എത്ര എന്നറിഞ്ഞ് അവൻ ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവളാണ് ശബ്ദം മൊത്തം കുറച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഒരു 10 മണിക്കൂറെങ്കിലും പറഞ്ഞ് അവളുടെ മാർക്കും കുറവാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ട് അവസാനം അവന്റെ കൂട്ടുകാരനും മോളാദ്യം പഠിക്കുന്നറിഞ്ഞിട്ട് അവൻ അങ്ങ് പിന്മാറും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവളും എക്സ്ട്രാ സ്പെഷ്യൽ ക്ലാസ്സിന് പോകാതെ നൈസിന് മുങ്ങാൻ നോക്കും. അപ്പോഴാണ് ഫ്രണ്ട് ഗൗസ് വന്നിട്ട് സ്പെഷ്യൽ ക്ലാസ്സിന് പോകാതെ മോൾ എവിടേക്കാ പോന്നേന്ന് പറഞ്ഞ് അവൻ ചോദിക്കുമ്പം ഇവള് പേടിച്ചിട്ട് ഇവൾക്ക് ആ സ്പെഷ്യൽ ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞ് ഇവൾ എത്ര പഠിച്ചാലും മാത്സ് വരത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവളെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പം ഇവനും എങ്കിൽ പിന്നെ മാത്സിൽ 4 മാർക്ക് ഇവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് അതൊക്കെ ചുമ്മാ കറക്കി കുത്തി എഴുതിയതാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അല്ല ആ 4 മാർക്ക് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതിയതെന്ന് പറഞ്ഞ് അവളത് പറഞ്ഞു കൊടുക്കുമ്പം അവനെങ്കിൽ പിന്നെ അതാ പോയിന്റ് എന്ന് പറഞ്ഞ് ആ 4 മാർക്ക് ഇവളെ കൊണ്ട് എഴുതാൻ പറ്റുമെങ്കിൽ പിന്നെ ബാക്കിയും പഠിച്ച് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളെ വീണ്ടും ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കും. അതിനുശേഷം അവൻ അവിടെ നിന്ന് ക്ലാസ് എടുക്കുമ്പം ഇവളാണ് ഇവൻ എന്തോ ഈ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാക്കാതിരിക്കും. അപ്പോഴാണ് ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടോപ്പർ പെങ്കൊച്ചാണ് അവിടുന്ന് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഗൗസിന് വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവളുടെ പേര് ഹാസു. അങ്ങനെ ഹാസുക്ക് നമ്മുടെ മാത്സ് സാറിന് ഇഷ്ടമാണെന്ന് ഇപ്പൊ ഈജുവിന് മനസ്സിലായി. അതുകൊണ്ട് അവള് കാണിച്ചിട്ട് ഇവളുടെ സ്റ്റോറി ഇവിടെ പോകുന്നുണ്ട്, പക്ഷെ നമ്മുടെ കഥയുടെ 3rd എപ്പിസോഡ് എങ്ങനെ കൊണ്ടുപോകണം പറഞ്ഞ് അവൾ അവസാനം കിടന്ന് ആലോചിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ അടുത്തേക്ക് വന്നിട്ട് ഇന്ന് പഠിപ്പിച്ചേക്ക് എന്തോന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവളാണ് പേടിച്ചിട്ട് ഉത്തരം പറയാതിരിക്കും. അപ്പോഴാണ് അവനും ഇന്നൊന്ന് ഹോംവർക്ക് നാളെ എഴുതി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും ഇന്നത്തെ ഹോംവർക്ക് എങ്ങനെ എഴുതണ്ടേന്ന് പറഞ്ഞ് അവൾക്കൊരു പിടിയില്ലാതെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ ക്ലാസ്സിലേക്ക് വന്ന ജെനിയാണ് ഇന്ന് ഇവരെയൊക്കെ വിളിച്ചിട്ട് ചുമ്മാ പുറത്ത് കറങ്ങാൻ പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളെ ഹോംവർക്കൊക്കെ മറന്നിട്ട് അവരുടെ കൂടെ പോയി എൻജോയ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഈജു അറിയാൻ വരുന്ന ഇവളെ പോലെ കഥകളൊക്കെ ജെനിയും വായിക്കാറുണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചെറിയ ക്ലോസ് ആകും. അങ്ങനെ ഇവരൊക്കെ ഇവിടെ സന്തോഷത്തിൽ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പം ആകാശത്ത് ഗൗസിന്റെ ഫേസ് വന്നിട്ട് നാളത്തെ ഹോംവർക്ക് എഴുതിയൊന്ന് ഇവളെ നോക്കി ചോദിക്കും. അതോടെ അവള് മൊത്തത്തിൽ പേടിച്ചു പോയി അടുത്ത ദിവസം ഹോംവർക്ക് എഴുതാതെ അവനെ കാണാൻ ചെന്നിട്ട് ഇവള് വേണേ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ടുവരാൻ പറയും. അപ്പോഴാണ് അവനും അതിനാദ്യം ആ ഹോംവർക്ക് ചെയ്തു നോക്കിയായിരുന്നു പറഞ്ഞ് ഒരെണ്ണെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു നോക്കാൻ പറയും. അങ്ങനെ ഒരെണ്ണം പോലും സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കി എഴുതാതെ ഇവൾ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒട്ടും പ്രതീക്ഷയിലെന്ന് പറഞ്ഞ് ഇവളോടുള്ള അഭിപ്രായം മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കി എന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൻ കുറച്ച് സങ്കടപ്പെടുമ്പം ഇവളാണ് സോറി സാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവളും ഇവളെ കുറിച്ച് എന്തിനാ വെറുതെ പൊക്കി വിചാരിച്ചെന്ന് അവൾ അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് ഇപ്പൊ ഇവൻ പറഞ്ഞ ഡയലോഗ് ഇവളുടെ കഥയ്ക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അന്ന് രാത്രി ഇവളുടെ സ്കൂൾ ലൈബ്രറി ആരും അറിയാതെ ഇവള് ബാക്കി എപ്പിസോഡ് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ എപ്പിസോഡ് 3 ഇപ്പൊ ഗൗസ് പറഞ്ഞ അതേ ഡയലോഗാണ് അവൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഡൊങ്ജു മറ്റേ ഗീജോന്റെ വീട്ടിലേക്ക് പോകാൻ പോകുന്ന കാര്യം അറിഞ്ഞ് ഇവനും ദേഷ്യത്തി നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചെന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞ് അതേ ഡയലോഗ് യൂസ് ചെയ്യും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവളും ഇനി ഇവർ തമ്മിലുള്ള ലവ് ട്രയാങ്കിൾ വമ്പൻ ഹിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ കുറെ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഇവൾക്ക് പെട്ടെന്ന് പുറേ ആരോ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. അങ്ങനെ അതോടെ അവളാണ് ടെൻഷനായി ഈ സ്പ്രേയുടെ മണം മാക്സ് സാറിന്റെ അല്ലേ എന്നിന് അവള് പതി എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് അവനും ഇവളിങ്ങനെ കഥ എഴുതുന്ന എല്ലാം അവിടെ നിന്ന് കണ്ടോണ്ട് നിൽക്കും. അതോടെ അവൾ മേടിച്ച് ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവൻ അവിടെ ചെന്നിരുന്നിട്ട് ഈ കഥയ്ക്കകത്ത് നീ എഴുതി വെച്ചേക്കുന്ന എന്നെ കുറിച്ചല്ലേ എന്നിന് അവൻ ചോദിച്ച ഉടനെ ഇവൾ മൊത്തത്തിൽ അങ്ങ് പെട്ടു. അങ്ങനെ അതിനുശേഷം അവൻ അവിടെ നിന്ന് കഥ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ജീവൻ പതിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവള് മൊത്തത്തിൽ വെപ്രാളത്തി ഇവൻ തന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞ് അവൾ കുറെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇതൊക്കെ എന്തോന്ന് അറിഞ്ഞ് ദേഷ്യത്തെ അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ കഥക്കാരൻ എന്റെ ലാപ്ടോപ്പിനകത്ത് എഴുതി വെച്ചേക്കുന്നതെന്ന് അറിഞ്ഞ് അവളൊന്നും ചെയ്യാത്ത പോലെ ആക്ട് ചെയ്യുമ്പോൾ അവനും കയ്യോട് പൊക്കിയിട്ടും ഇത് ഇവളെല്ലാം എഴുതിയെന്ന് പറയുവാണെ അത് വിശ്വസിക്കാൻ അവൻ എന്തോ പൊട്ടനാണെന്ന് ചോദിക്കും. കൂടാതെ ഇതിനകത്ത് എഴുതിയേക്കുന്ന ഓരോ ഡയലോഗും ഇവന്റെ കൂട്ടുകാരന്മാരും പറഞ്ഞതാ. അങ്ങനെ ഒരാളുടെ പേഴ്സണൽ കാര്യമൊക്കെ നീ കഥയായിട്ട് എഴുതി വെക്കുവാണ് അത് എത്ര വലിയ മോശമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പം ഇത് കേട്ട് അവളും ഡിലീറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നോ എന്റെ അവസ്ഥയിൽ നിന്നെ എഴുതി നോക്ക് നിന്നെ കുറിച്ച് ഞാനിങ്ങനെ കഥ എഴുതിക്കട്ടെ എന്നിന് അവൻ ചോദിക്കുമ്പോൾ തന്നെ അവളും എന്നാലും ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ച് നിൽക്കും. അതോടെ അവനും എങ്കിൽ പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പം ഇവളാണ് അവനെ തട്ടിയിട്ട് ലാപ്പ് അങ്ങ് ഓഫ് ചെയ്യും. അതിനുശേഷം അവന് ഡിലീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്പൺ ചെയ്യാൻ പാസ്വേഡ് ചോദിക്കും. അതുകൊണ്ട് പാസ്വേഡ് എന്താന്ന് ഇവളോട് ചോദിക്കുമ്പോൾ തന്നെ അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ട് സോറി സാറേ ഇത് മാത്രം ഡിലീറ്റ് ചെയ്യലെന്ന് പറഞ്ഞ് അവൾ കെഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും മര്യാദയ്ക്ക് ഇത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ പാസ്വേഡ് ചോദിക്കുമ്പോൾ തന്നെ ഇവൾ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ പൊട്ടി കരയാൻ തുടങ്ങും. അങ്ങനെ കരഞ്ഞറിഞ്ഞ അവസാനം അവൾ ക്ഷീണിച്ചു പോകുമ്പം ഇവനും ഒന്നെങ്കിൽ ഇതിപ്പോ തന്നെ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവളുടെ പാരന്റ്സിനെ വിളിക്കുമെന്ന് പറയുമ്പം അവളാണ് പാരന്റ്സ് അറിഞ്ഞ മൊത്തത്തിൽ പ്രശ്നം എന്നറിഞ്ഞ് അമ്മ ഇവൾ അപ്പം തന്നെ കൊല്ലുമെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇങ്ങനത്തെ കഥ എഴുതുന്ന തെറ്റാന്ന് മനസ്സിലാക്കിയിട്ടും നീ ഇത് ഡിലീറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിഞ്ഞ് അവൻ ചോദിക്കുമ്പോൾ തന്നെ ഇവളും കുറെ പേര് ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് ഇവളുടെ ഡ്രീം ഇതാന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ അവസാനം അവനും ഒന്നെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇവളുടെ പാരന്റ്സിനെ അവൻ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്ന് ഇവള് മൊത്തത്തിൽ ടെൻഷനായിട്ട് ഇത് ഡിലീറ്റ് ചെയ്യണോ അല്ലെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ വീട്ടുകാരൊക്കെ അറിഞ്ഞ സീനാത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് എന്താണെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. ഇതേ സമയം വീട്ടിൽ എത്തുന്ന ഗൗസും ആണ് അവൾ
അവൾ എഴുതി വെച്ച കഥയൊക്കെ ഓർത്തോണ്ട് ഇവന്റെ കൂട്ടുകാരന്മാരെ കാണും. അപ്പരാണ് അവളുടെ കഥയിലെ മെയിൻ ലീഡ്സ് ഇവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിൽ റൊമാൻസ് എന്നോലും ഇപ്പൊ ചിന്ത വരും. അതോടെ അവൻ ടെൻഷനായി മര്യാദയ്ക്ക് രണ്ടൊരു ഗ്യാപ്പ് ഇട്ടിരിക്കണം എന്ന് പറഞ്ഞ് അവന്മാര് നോക്കി പറയും. അപ്പരാണ് അവന്മാരും പെട്ടെന്ന് ഇത് ഇവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് വാട നമുക്കൊരു കളി കളിക്കാന്ന് അവന്മാർ പറയുമ്പോൾ ഇവനാണ് ആ ഡയലോഗ് കേട്ട് നിങ്ങളൊക്കെ എന്ത് വർത്തമാനോടെ പറയുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇവിടുന്ന് കളിക്കേണ്ടെന്ന് പറയും. അപ്പരാണ് മറ്റേ കൂട്ടുകാരൻ അവിടേക്ക് വന്നിട്ട് ഞാനും കൂടെ കളിക്കളിയാന്ന് പറഞ്ഞ് അവന്മാര് വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇതേ കണ്ട് ഗാവൂസും അവളുടെ ചിന്തയൊക്കെ ഇവന്റെ തലയെ കയറി മൂന്നുപേരും സെപ്പറേറ്റ് ആയിട്ട് ഗെയിം കളിച്ചോന്ന് പറഞ്ഞ് അവർ റൂമിലേക്ക് കയറി ചെല്ലും. അതിനേശം അവനും ഈ BL എന്തോന്ന് പറഞ്ഞ് നെറ്റിനകത്ത് അടിച്ചു നോക്കുമ്പോൾ അവൻ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അറിയാൻ വരും. അങ്ങനത്തെ ടൈപ്പ് സ്റ്റോറിയും എല്ലായിടത്തും കുറച്ച് ഫേമസ് ആണെന്ന്. അങ്ങനെ അതിനേശം അടുത്ത ദിവസം അവളും സ്കൂളിൽ വെച്ച് ഇവനെ കണ്ട് പേടിച്ചിരിക്കുമ്പോൾ അവൻ ഇവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് അവനെ ഫോളോ ചെയ്ത് വരാൻ പറയും. അതിനേശം കൗൺസിലിംഗ് റൂമിൽ വെച്ച് ഇവളോട് ഇവൾ എന്ത് തീരുമാനിച്ചും ചോദിക്കുമ്പോൾ അവളാണ് എന്തായാലും ഡിലീറ്റ് ചെയ്യത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ടവനും എങ്കിൽ പിന്നെ ഇവളുടെ പാരന്റ്സിന് വിളിക്കാൻ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും കരഞ്ഞോണ്ട് പ്ലീസ് സാർ അത് മാത്രം ചെയ്യില്ലെന്ന് പറഞ്ഞ് അവളുടെ ഡ്രീം തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാരി ആകാൻ വേണ്ടിയാന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവൾ കുറെ ഇമോഷണൽ ആയിട്ട് വീഴ്ത്താൻ നോക്കുമ്പോൾ അവസാനം എല്ലാം കേട്ടിരുന്നിട്ട് അവനും എന്നാലും എന്തുകൊണ്ട് ഇവൾക്ക് വേറൊരു സ്റ്റോറി എഴുതാൻ തോന്നാതെ BL സ്റ്റോറി എഴുതാൻ തോന്നിയും ചോദിക്കും. അപ്പോഴാണ് അവളും എല്ലാ ലവ് സ്റ്റോറി അല്ലേ സാറേ എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിൽ ആർക്ക് വേണമെങ്കിലും പ്രണയിക്കാന്ന് അവൾ പറയുമ്പോൾ അവനെങ്കിൽ പിന്നെ ഇവളുടെ തെറ്റ് ഇപ്പോഴെങ്കിലും ഇവള് മനസ്സിലാക്കുകയും ചോദിക്കും. അപ്പോഴാണ് അവളും BL സ്റ്റോറി എഴുതിയ തെറ്റാന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഇത് കേട്ട് അവനും അതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്, നീ ചെയ്ത തെറ്റെന്തോന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല അപ്പൊ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുമ്പോൾ ഇവളാണ് സാറുമാരെ കുറിച്ച് കഥ എഴുതല്ലേ തെറ്റെന്ന് പറഞ്ഞ് അത് അവൾ സമ്മതിച്ചെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ സോറി പറയുമ്പോൾ ഇത് കേട്ട് അവനും നിനക്ക് കാര്യം പിടിയിട്ടില്ലേ, നീ എന്തുകൊണ്ട് എന്നെ ഈ കഥയിലെ മെയിൻ റോൾ ആക്കാത്ത എന്ന് അവൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് എന്തോ സാറിനെ മെയിൻ റോൾ ആക്കാത്തോണ്ടാണോ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും പിന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ സൈഡ് റോൾ ആയിട്ട് ആക്ട് ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ ഇരിക്കുന്ന എന്നെ നീ കഥയിലെ സൈഡ് ക്യാരക്ടറാക്കി അവന്മാരുടെ ലവ് സ്റ്റോറിയുടെ വില്ലനാക്കി മാറ്റുന്നു, അതിനൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് എന്നെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടറാക്കി മാറ്റി ഈ കഥ കണ്ടിന്യൂ ചെയ്ത് പോവാണെ പോയിക്കോ, അല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് അവൻ പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും അങ്ങനെ പെട്ടെന്നൊന്നും കഥയൊന്നും മാറ്റി എഴുതാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും ഒന്നെങ്കിൽ അവൻ പറഞ്ഞ പോലെ ഇവനെ ഹീറോ ആക്കി കഥ എഴുതിക്കൊണ്ടെന്ന് ഓരോ എപ്പിസോഡും അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനേശം ഇവളാണ് ഒറ്റയ്ക്കിരുന്നോണ്ട് അപ്പൊ ഇവന് BL സ്റ്റോറി ചെയ്തുകൊണ്ടല്ലേ തെറ്റ്, അവനെ മെയിൻ റോൾ ആക്കാത്തോണ്ടാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നിന് ഇവൾ എന്താണെന്നറിയാതെ അവനെ കുറെ പ്രായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരുടെ പ്രിൻസിപ്പളാണ് ഇവന്മാർ നാലുപേരും വിളിച്ചു വരുത്തിയിട്ട് ഒരു ഫേമസ് ആയ TV ചാനലിൽ നിന്ന് ഈ സ്കൂളിനെ പരസ്യം ചെയ്യാൻ വേണ്ടി വരുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവർ നാലുപേരും തയ്യാറായിട്ടിരിക്കണം എന്ന് പറയുമ്പോൾ അവന്മാരെല്ലാം കൂടെ സന്തോഷത്തിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ആ കൂട്ടത്തിരുന്ന് ഗൗസ് മാത്രം അവനെ കൊണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല, അല്ലാതെ വേറെ വല്ല സപ്പോർട്ട് ഉണ്ട് അവൻ ചെയ്യാന്ന് പറയും. അപ്പൊ ഇത് കേട്ട് പ്രിൻസിപ്പളാണ് മൈ ഡിയർ മാക്സ് സാർ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലെന്നാ തോന്നുന്നത്, ഒരു ഫേമസ് ആയ TV ചാനലിൽ നിന്നാണ് വരുന്നത്, നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നിട്ട് അവർ വീണ്ടും പറഞ്ഞു നോക്കുമ്പോൾ അവനും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ പ്രിൻസിപ്പൾ ദേഷ്യം വരുമ്പം അവന്റെ കൂട്ടുകാരൻ ഡാജു ആണ് അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കാം മാം എന്ന് പറഞ്ഞ് അവൻ അവരെ സമാനപ്പെടുത്തും. അതിനേശം വീട്ടിൽ വെച്ച് ഇവനും ഗൗസിനോട് ഈ ഒറ്റ തവണ മാത്രം ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നാ മതി എന്ന് പറയുമ്പോൾ ഇവന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിട്ട് നിനക്കോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് അവന് റൂമിൽ നിന്ന് പറഞ്ഞയക്കും. അതിനേശം അവനും അവളുടെ കഥ എടുത്തു വെച്ച് എപ്പിസോഡ് 4 എന്തുകൊണ്ട് ഇവൾ അയക്കാത്തെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം അവൾ റൂമിൽ ഇരുന്നോണ്ട് ഇവൾ കഥ എഴുതുന്നത് അവനോട് കാണിച്ചിട്ട് അപ്ലോഡ് ചെയ്യുവാണ്, എങ്കിൽ പിന്നെ ഇവളെ കൊണ്ട് എങ്ങനെയാ റൊമാൻസ് ഒക്കെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കും. അതിനേശം അടുത്ത ദിവസം അവനും സ്കൂളിൽ വെച്ച് ഇവളോട് എപ്പിസോഡ് 4 എന്തുകൊണ്ടാ റിലീസ് ആവാത്തേന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ പിന്നീട് ഇവനെ കാണുമ്പോഴൊക്കെ അവൾ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ അവൻ പുറയെന്ന് വന്ന് എപ്പിസോഡ് 4നെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അന്ന് രാത്രി ഇവള് അവളുടെ ബാക്കി കഥ എഴുതി തുടങ്ങും. അങ്ങനെ ഗീജോൻ വിളിച്ചെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ചെന്ന ഡൊങ്ജോ ആണ് അവൻ കുറച്ച് താമസിച്ചു വരുമ്പം മറ്റൊരു ദേശത്ത് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ ഞാൻ കറക്റ്റ് സമയത്ത് വരാൻ പറഞ്ഞ നീ താമസിച്ചിരുന്നോ, അപ്പൊ ഇത്ര സമയം നീ മറ്റവന്റെ കൂടെ ആയിരുന്നു എന്നിന് അവൻ ഇവന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് എങ്കിൽ പിന്നെ ലക്ഷക്കണക്കിന് പൈസ കൊടുക്കാനുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഡൊങ്ജോ ആണ് ഇവനെന്തോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൻ ആള് മൊത്തത്തിൽ മാറിപ്പോയെന്ന് അറിയും. അപ്പോഴാണ് ഗീജോനും ഇവനെ മാറ്റിയത് മറ്റവൻ ഇടയിൽ കയറി വന്നോണ്ടാന്ന് പറഞ്ഞ് നമ്മുടെ പ്രണയത്തിൽ വരാൻ അവനാരാന്ന് ഇവൻ കുറെ ദേഷ്യപ്പെട്ട് സംസാരിക്കും. അങ്ങനെ ആ എഴുതിച്ച എപ്പിസോഡ് ഇപ്പൊ ഗൗസിന് വായിക്കാൻ കൊടുക്കുമ്പോൾ അവനത് വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് അവനെ ഡാമേജ് ചെയ്ത് വെച്ചേക്കോണല്ലോ എന്ന് പറഞ്ഞ് ഇവളോട് പറഞ്ഞ മറന്നോയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും മറന്നിട്ടില്ല, സാറിനെ മെയിൻ ആയിട്ട് വെച്ചാൽ എഴുതാൻ പറഞ്ഞെന്ന് അവള് പറയുമ്പം അവനും എങ്കിൽ പിന്നെ അതേപോലെ ചെയ്യുന്ന പറഞ്ഞ് ഇപ്പൊ ഈ ഗീജോൻ പറഞ്ഞ ഡയലോഗെല്ലാം അവൻ പറഞ്ഞിട്ട് എഴുതാൻ പറയും. അങ്ങനെ അതിന് 1 മണിക്കൂർ സമയം തരാന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പം ഇവളാണ് എല്ലാം സഹിച്ചോണ്ട് സ്വന്തമായിട്ട് പോലും എനിക്ക് ഇനി കഥ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവള് വീണ്ടും മറ്റവൻ പറഞ്ഞ ഡയലോഗൊക്കെ ഗൗസ് പറഞ്ഞ പോലെ മാറ്റി വയ്ക്കും. അപ്പോഴാണ് കഥയ്ക്കത്തുള്ള അവന്മാരാണ് പെട്ടെന്ന് ഇവൻ എന്തോ ഈ ഡയലോഗ് കൊടുത്തെന്ന് പറഞ്ഞ് മെയിൻ ക്യാരക്ടർ മറ്റവനല്ലേന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഗൗസും അങ്ങോട്ടേ ചെന്നിരുന്നിട്ട് അവൻ കൂളായിട്ട് ഹെഡ്സെറ്റ് ഇട്ട് അവന്റെ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ചു പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഡയറക്ടറായിട്ട് ഇവളും അവന്മാർ രണ്ടുപേരും പറഞ്ഞ് മനസ്സിലാക്കും ഇനി തൊട്ട് കഥയ്ക്ക് ഒരു മാറ്റം
മാറ്റമുണ്ട്, മെയിനായിട്ട് ഡൊങ്ജുന്റെ പുറകെ പോകുന്ന ആ ഗാവൂസോ ആണെന്ന്. അങ്ങനെ അതും പറഞ്ഞ് ഇവളും ദേഷ്യത്തിലൊക്കെ വീണ്ടും ആ കഥ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ അവസാനം ഇവളിങ്ങനെ മാറ്റി ചെയ്ത് വെച്ച കഥ അവന് വായിച്ചു നോക്കിയിട്ട് ഇപ്പൊ ഓക്കെ എന്ന് പറഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോഴാണ് ഇത് കാണാൻ വരുന്ന അവളും എങ്കിൽ പിന്നെ അവൻ ഞാൻ എഴുതി വെച്ചേക്കുന്നത് മാത്രം വായിക്കത്തേ ഉള്ളൂ, ഞാൻ ഏത് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഇവൻ അറിയത്തില്ലല്ലോ എന്നിന് അവളൊരു പ്ലാൻ ചെയ്ത് ഇവന് മാത്രം ഇവ മെയിൻ ആയിട്ടുള്ള കഥ എഴുതുന്ന പോലെ കാണിച്ചിട്ട് അവൾ മുമ്പ് എഴുതിയ കഥ നെറ്റിനകത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യും. പക്ഷെ ഇവൾക്കറിയത്തില്ല അവ രണ്ടും കൂടെ വായിക്കുമെന്ന്. അതേപോലെ അവൻ അത് വായിച്ചു നോക്കിയിട്ട് ഇതിനകത്ത് വീണ്ടും പഴയതുപോലെ ഇവനെ സൈഡ് ക്യാരക്ടറാക്കി മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞ് അവന് ദേഷ്യത്തിലാകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവന്റെ കൂട്ടുകാരന്മാർ എങ്ങനെയൊക്കെ പറഞ്ഞ് സ്കൂളിൽ നടക്കാൻ പോകുന്ന പരസ്യത്തിന് ആക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവൻ അവസാനം വരെ ഇവന്മാര് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതിനുശേഷം പ്രിൻസിപ്പളാണ് ഷൂട്ടിങ്ങിനൊക്കെ അവൻ തയ്യാറല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരനോടും ചോദിക്കുമ്പം അവനാണ് ടെൻഷനായിട്ട് ഒരു പ്രശ്നമില്ല, ഷൂട്ടിംഗ് ഒക്കെ പക്കാവായിട്ട് നടക്കും പറഞ്ഞ് ഇവന് വാക്ക് കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവൻ നേരെ ഈജുവിനെ അന്വേഷിച്ച് അവളുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് അവളെ പുറത്തേക്ക് വിളിക്കും. എന്നിട്ട് അവളാണ് സാർ എന്തിനാ എന്നെ വിളിച്ചെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇവൻ ക്യാമറ എടുത്ത് അവളുടെ കൊടുത്തിട്ട് ക്ലാസ് നടക്കുന്ന സമയത്ത് ഇവൻ എഴുതി വെച്ചേക്കുന്ന ചോദ്യം ഇവളുടെ മാത്സ് സാറിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ് അവൻ ഇവളോട് ആ റെക്കോർഡ് ചെയ്യാനുള്ള പണി അങ്ങ് കൊടുക്കും. അങ്ങനെ അത് കണ്ട് അവളാണ് ഷോക്കായിട്ട് ചുമ്മാതെ ഇവളുടെ കാര്യമൊക്കെ പറഞ്ഞ് വിട്ടുപോയി കിടക്കുക, ഇതും കൂടെ ആയ സീനെന്ന് വിചാരിച്ച് അവൾ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും അങ്ങനെ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടി വിളിച്ച ഇവന്റെ ക്ലാസ്സിൽ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്ത് ആദ്യമായിട്ട് അവന്റെ മനസ്സിനെ വേദനിപ്പിച്ച് ഇവളാന്ന് പറയും. അങ്ങനെ അതിനു വേണ്ടെങ്കിലും ഇവൾ ഇത് റെക്കോർഡ് ചെയ്യണം എന്ന് പറയുമ്പം അവളാണ് സാറെല്ലാം കാണുവാണെങ്കിൽ ഇവളെ പിടിച്ച് ജയിലിൽ ഇടുന്ന പറയും. അതുകൊണ്ട് അവൾക്ക് ഈ തെറ്റും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല, അവന് കാണാനൊക്കെ അങ്ങനെ, പക്ഷെ ഒരു സ്റ്റുഡന്റ് ഒന്നും ജയിലിലെടുത്തില്ലെന്ന് പറഞ്ഞ് അവസാനം ഈ പണി ഇവളുടെ കൊടുത്തിട്ട് ഇത് ഇവള് ചെയ്തില്ല, പിന്നെ ഇവർ 4 പേരും കൂടെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും പറയും. അങ്ങനെ പോകുവാണ്. ഇവനും ഗാവൂസിനും ഒരു കുഴപ്പമില്ല, പക്ഷെ മറ്റേ രണ്ടവന്മാർക്ക് വേറെ ജോലിയൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ആ സത്യമൊക്കെ പറയുമ്പം ഇവൾക്ക് ചെറുതായിട്ട് മനസ്സാറും. അപ്പോഴാണ് അവൻ ആ ഫ്ലോയിൽ തന്നെ അല്ലെങ്കിൽ ഇവളെ കുറിച്ചുള്ള സത്യമൊക്കെ അവൻ അറിയാമെന്ന് പറയുമ്പം ഇവള് മൊത്തത്തിൽ പേടിച്ചു പോയി. ഏത് സത്യം എന്ന് പറഞ്ഞ് അവനെ നോക്കി ചോദിക്കും. അപ്പോഴാണ് അവനും അതൊക്കെ ആദ്യം തൊട്ട് ഇവളുടെ സീക്രട്ട് അറിയാന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പണി ചെയ്യാൻ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ ഇവൾക്കാണ് മൊത്തത്തിൽ അങ്ങ് ടെൻഷനാകും. ഒരു ഇവൾ ആ കഥ എഴുതിനെ കുറിച്ച് ഇവനോടും കൂടെ പറഞ്ഞു വന്ന്. അങ്ങനെ അതിനുശേഷം TV ചാനലിൽ നിന്ന് ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമ്പം ഇവിടെ ഈജുവും ക്ലാസ് വെച്ച് സീക്രട്ടായിട്ട് അവന് വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കും. കാരണം ഇവൾ എഴുതുന്ന കഥ ഇവ മറ്റേ കൂട്ടാനോട് പാരോച്ചെന്നാ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റവനെ പേടിച്ചിട്ട് ഇവളും ആ സത്യം വേറെ ആരെയും അറിയാതിരിക്കാൻ വേണ്ടി ക്ലാസ്സിന്റെ ഇടയ്ക്ക് വെച്ച് ഇവളും സാറിന് വേറെ കുറെ നല്ല ജോലിയൊക്കെ വന്നപ്പോ എന്തിനാ മാത്സ് സാറായിട്ട് ഇവിടെ പഠിപ്പിക്കാൻ വന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും പെട്ടെന്ന് ഇതിനെ പഠിപ്പിക്കുമ്പോൾ ഈ കാര്യം ചോദിക്കുമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവളാണ് ചുമ്മാ ഒരു മോട്ടിവേഷന് വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞ് അവൾ ഇവനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നോക്കും. അതേപോലെ തന്നെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും കൂടെ അതേ സാർ ഞങ്ങൾ കൂടെ അറിയണമെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കുമ്പം അവൻ അവസാനം എങ്കിൽ പിന്നെ ഇവന്റെ കഥ ഇവർക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എങ്കിൽ പിന്നെ അത് പറയാന്ന് പറഞ്ഞിട്ട് അവൻ എന്തുകൊണ്ട് ഇവിടെ മാത്സ് പഠിപ്പിക്കാൻ വേണ്ടി വന്നതെന്ന് ഇവരോട് ആ സ്റ്റോറി പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് അവൻ ബാക്ക് സൈഡിൽ ക്യാമറ കാണുന്നത്. അങ്ങനെ അത് കണ്ട് അവൻ ദേശത്തി അടുത്ത വെച്ച് എന്താ എടുത്തു നോക്കുമ്പോൾ ഇവിടെ ഇവളാണ്. ഇവളുടെ ഇരിക്കുന്ന ക്യാമറയും കണ്ടോ പെട്ടുമല്ലോ എന്ന് പറഞ്ഞ് അവൾ മറച്ചു വയ്ക്കും. അപ്പോഴാണ് അതറിയാൻ വരുന്ന അവൻ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ കയ്യിലിരിക്കുന്ന എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ ഇരിക്കുന്ന ക്യാമറ അവൻ കണ്ടുപിടിക്കും. അതോടെ അടുത്ത സെക്കൻഡിന് അവൻ ദേശത്തി പുറത്തേക്ക് പോകുമ്പോൾ ഇവളാണ് ജാപ്പനീസ് ടീച്ചർ പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തതെന്ന് അവനോട് സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ശവൻ നേരെ അവന്റെ കൂട്ടാനെ കാണാൻ ചെന്നിട്ട് ഞാനറിയാതെ എന്റെ പുറയുന്ന ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പഴയതൊക്കെ അറിഞ്ഞിട്ട് ഇവൻ തന്നെ ഇതൊക്കെ ചെയ്യണം ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും പഴയതൊക്കെ എന്നെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞ് ഇനി അതോർത്ത് തന്നെ നീ ജീവിക്കാൻ പോവാണെന്ന് ഗാവൂസിനെ നോക്കി ചോദിക്കുമ്പോൾ തന്നെ ഇവന്മാർ തമ്മിൽ തർക്കമാകും. അങ്ങനെ ആ സമയത്താണ് പ്രിൻസിപ്പൾ അവിടേക്ക് വന്ന് ഗാവൂസിനെ വിളിച്ചോണ്ട് വന്നത്. അതിനുശേഷം ഇതെല്ലാം കാണുന്ന ഈജുവും അവന്മാരോട് ക്യാമറയും കൊണ്ട് സാറിന് വീഡിയോ എടുത്താലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് അവൻ എന്തുകൊണ്ട് എത്ര ദേഷ്യപ്പെടുന്നെന്ന് ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഗീജോനും അവന് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, പക്ഷെ അവന് 10 വയസ്സുള്ളപ്പോൾ അവൻ മാത്സിന്റെ ജീനിയസ് ആയതുകൊണ്ട് തന്നെ അവനെ ഒരാൾ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയി കുറെ വീഡിയോ ഒക്കെ എടുത്ത് ശല്യപ്പെടുത്തിയെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൻ ഈ ക്യാമറയൊന്നും ഇഷ്ടപ്പെടാത്തെന്ന് പറയുമ്പോൾ ഇവൾക്കും കാര്യം അറിഞ്ഞിട്ട് മൊത്തത്തെ ഞാൻ കുറ്റബോധമാകും. അങ്ങനെ അതിനുശേഷം ഇവിടെ പ്രിൻസിപ്പളാണ് അവൻ ക്യാമറയുടെ ഫ്രണ്ട് വരത്തില്ലെന്ന് വാശി പിടിക്കുന്നുണ്ട്. അവർക്കും വേറെ വഴിയില്ലാതെ ഒന്നെങ്കിൽ ഈ പരസ്യത്തെ ആക്ട് ചെയ്യാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഇവന്മാർ 4 പേരെയും ഈ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്നറിയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഗാവൂസും അങ്ങനെ പുറത്താക്കുവാണ്. ഇവന്റെ കൂട്ടുകാരന്മാർക്ക് വേറെ ജോലി കിട്ടാൻ പാടാന്ന് വിചാരിച്ച് അവനും പരസ്യത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും കുറച്ച് പേടിയോടെ ആയിരിക്കും അവൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഈജു അവനോട് ഇവനെ കുറിച്ചുള്ള സത്യം അറിയാത്തോണ്ട് അവൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെന്ന് പറഞ്ഞ് ഇപ്പൊ പുറയുന്ന സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവൾ ക്ലാസ് വെച്ച് പെട്ടെന്ന് അങ്ങനെ എന്തുകൊണ്ട് ഇവ മാത്സ് സാറായും ചോദിച്ചപ്പോ ഒരു ഇവൾക്ക് ഇപ്പോഴെങ്കിലും മാത്സിനോട് കുറച്ച് ഇഷ്ടമെന്ന് വിചാരിച്ച് അവൻ സത്യസന്ധയോട് അവന്റെ കഥ പറയാൻ വേണ്ടി വന്നയാന്ന് പറയും. പക്ഷെ ഇവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒട്ടും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ അവള് സോറി പറഞ്ഞ് അവനോട് കെഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇവളെ വിശ്വസിച്ചത് അവന് തെറ്റെന്ന് പറഞ്ഞ് അവൾ പൊയ്ക്കോളാൻ പറയുമ്പോൾ പെട്ടെന്ന് അവളാണ് വയറുവേനെടുത്ത് അവിടെ തന്നെ വീഴുന്നതും. അങ്ങനെ ഇത് കണ്ട് അവൻ ആക്ടിങ് വിചാരിക്കുമ്പോൾ പിന്നീട് മനസ്സിലാവും അവൾക്ക് സീരിയസ് ആയിട്ട് വയറുവേന എടുക്കുമെന്ന്. അതിനുശേഷം അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ നർസാണ് അവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവൾക്ക് എപ്പോൾ തൊട്ട് വയറുവേന എടുക്കുമെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് ഒക്കെ അവനോട് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് മൊത്തത്തിൽ പേടിച്ചുപോയി. സംഭവം സീരിയസ് ആണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇവനെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവളെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവൾ എമർജൻസി റൂമിലേക്ക് ഡോക്ടർ ഒന്ന് വിളിച്ചു
വിളിച്ചോണ്ട് പോകുമ്പോൾ അവിടുത്തെ നർസ് ഇവനെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് വരേണ്ടെന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും അവൾ അത്രയ്ക്ക് സീരിയസ് ആണെന്ന് വിചാരിച്ച് ഇവ മൊത്തത്തിൽ ഇവിടെ പേടിച്ചു പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും കുറെ ടെൻഷനോടെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ നർസാണ് പ്ലാസ്റ്റിക് കവർ നിറച്ച് എന്തോ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവനും അവളുടെ പാർട്സ് ഒക്കെ ഊരിക്കളഞ്ഞോന്ന് പറഞ്ഞ് ഇവൻ അതൊക്കെ ടെൻഷനായി നോക്കും. അങ്ങനെ അതിനുശേഷം അവൾ ഗുണത്തിന് ശേഷം അവൻ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവളാണ് ഇവനെക്കാളും പേടിച്ചിട്ട് അവളുടെ അവസ്ഥ ഡേഞ്ചർ ആണോ ചോദിക്കും. ഒരു പക്ഷേ ഞാനിപ്പോ ഇവിടെ വെച്ച് തന്നെ തീരാൻ പോവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സാറേ എന്ന് പറഞ്ഞ് അവളും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഡോക്ടറാണ് ഇവളുടെ എക്സ്റേ കാണിച്ചിട്ട് ഇവൾ എന്തുകൊണ്ടാ മുമ്പേ ഇവിടേക്ക് വരാത്തേം ചെയ്യിക്കും. അപ്പോഴാണ് അവള് മൊത്തത്തിൽ പേടിച്ചു പോയി സാറേ ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞ് അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കുമ്പോൾ ഇവനും അത്രയ്ക്ക് സീരിയസ് ഒന്നും ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടുത്തും. അപ്പോഴാണ് ഇവള് കരയുന്നുണ്ട്. ആ ഡോക്ടറും സംഭവം അത്രയ്ക്ക് സീരിയസ് ഒന്നല്ല, മോള് ടോയ്ലറ്റ് പോയിട്ട് എത്ര ദിവസമായി, മലം കട്ടിക്ക് പിടിച്ചോണ്ടാ വയറുവേന എടുക്കുന്നത് എന്നതിന് അവര് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവനും എന്തുവാ ഇവള് തൂറാത്തോണ്ടാണോ ഇവള് വയറുവേനൊന്ന് ബോധം കിട്ടിയെന്നോ, അപ്പൊ വേറെ ടെസ്റ്റ് ഒന്നും എടുക്കണ്ടേ എന്നതിന് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഡോക്ടറും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് വയറിളക്കത്തിന് മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതോടെ ഈജുവാണ് ഇവിടെ മൊത്തത്തിൽ നാണം കെട്ട് അപ്പൊ തന്നെ ബെഡ്ഷീറ്റ് എടുത്ത് അവളുടെ മുഖം അങ്ങ് മറയ്ക്കും. അതിനേശം അവനും അപ്പൊ പ്ലാസ്റ്റിക് കവറിൽ പോയത് വേറെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനും കാര്യമെല്ലാം പിടികിട്ടും. എന്നിട്ട് കാര്യം അറിഞ്ഞ് അവിടെ കൂടെ നിന്ന് ഇവളുടെ അച്ഛനമ്മയും കൂടെ മോൾക്ക് എന്തോ പറ്റി നിറഞ്ഞ് പേടിച്ചു പോകുമ്പം അവളാണ് എനിക്ക് സ്കൂൾ മാറണം നിറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതിനേശം ഇവിടെ ഗൗസ് വീട്ടിലേക്ക് വരുമ്പം അവന്മാരെല്ലാരും കൂടെ ഡാജുനോട് സോറി വയ്ക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനേശം അവനും സ്കൂളിൽ വെച്ച് നിനക്ക് ക്യാമറ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും അറിയാതെ റെക്കോർഡ് ചെയ്തതിന് സോറി എന്ന് പറയുമ്പം ഇതെല്ലാം കേട്ട് ഗൗസും എങ്കിൽ പിന്നെ ചെയ്ത് തെറ്റായി മനസ്സിലായെങ്കിൽ അവൻ ക്ഷമിക്കാന്ന് പറയും. അങ്ങനെ അതിനേശം അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന വഴിക്ക് ഈജു ആണ് ഇവളുടെ ക്ലാസ് ടീച്ചറിനെ കണ്ടുമുട്ടുമ്പം അവള് നാണക്കേടർന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവൻ അവളെ കണ്ട് അടുത്തേക്ക് വന്നിട്ട് ഈ മലം കെട്ടി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നല്ലോണം വെള്ളം കുടിക്കാത്തോണ്ട്, കൂടാതെ കറക്റ്റ് സമയത്ത് കഴിക്കണം, പിന്നെ ബാത്റൂം വന്ന് നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്തിരിക്കില്ല, കറക്റ്റ് സമയത്ത് പോകണം എന്നിട്ട് ഇവന് കുറെ അഡ്വൈസ് തരുമ്പം അവളാണ് വെറുതെ നാറ്റിക്കണ്ട, അവൾക്കെല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് ഇവളോട് കാണിച്ച കെയറിങ്ങിന് താങ്ക്സ് പറയും. അങ്ങനെ അതിനേശം അവന്റെ കൂട്ടുകാരന്മാരെ അവിടേക്ക് വന്നിട്ട് ഈജു നീ നല്ലോണം വെള്ളം കുടിക്കത്തില്ലേ, ചുമ്മാ അതിലാ നിനക്ക് ബാത്റൂം പോകാത്ത എന്നിട്ട് അവന്മാരൊക്കെ പറഞ്ഞു നടക്കുമ്പം ഇവളാണ് നാട്ടുകാർക്ക് ഫുള്ള് ഇപ്പൊ പാട്ടായെന്ന് പറഞ്ഞ് അവള് മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് അതേസമയം ഇവളുടെ ജാപ്പനീസ് സാറിനെ മാത്രം വിളിച്ചിട്ട് മറ്റേ സീക്രറ്റ് ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവനും ഏത് സീക്രറ്റ് എന്ന് പറഞ്ഞ് ഇവനൊന്നും അറിയാത്ത പോലെ ചോദിക്കും. അപ്പോഴാണ് അവളും അന്ന് ആ സീക്രറ്റ് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തല്ലേ മാക്സ് സാറിനെ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞെന്ന് ഇവൾ ചോദിക്കുമ്പം അവനെ ചുമ്മാ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതോടെ ഇവളാണ് അപ്പൊ ഇവൾ കഥ എഴുതുന്ന മാക്സ് സാർ ആരോടും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് സത്യമെല്ലാം മനസ്സിലാവും. അങ്ങനെ അതിനേശം ഇവിടെ ക്ലാസ് വെച്ച് ഇവർക്ക് ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഡൊങ്ജു ആണ് ഈ സബ്ജക്റ്റിന്റെ സെലിബ്രേഷൻ വരുന്നുണ്ട്, എല്ലാ ക്ലാസ്സും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വെക്കാന്ന് പറയും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ നിന്ന് ആരാ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈജുവിന്റെ ഫ്രണ്ട്സ് ആണ്, അവൾക്ക് നല്ലോണം പോയ എഴുതാൻ താല്പര്യമുള്ളതുകൊണ്ട് ഈജു പങ്കെടുക്കും സാറെന്ന് പറഞ്ഞ് അവളുടെ പേരും കൊടുക്കും. അങ്ങനെ അതേപോലെ തന്നെ അവൾ സന്തോഷത്തി അവളും പങ്കെടുക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് അവൾക്ക് സപ്പോർട്ടിന് പടം വരയ്ക്കാൻ അവളുടെ കൂട്ടുകാരും കൂടെ വിളിക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളുടെ കൂട്ടുകാരും ഭയങ്കര സന്തോഷത്തില്ല, കാരണം അവൾക്ക് ലിറ്ററേച്ചർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ഈജുവും അവൾ പോയ എഴുതിനെ കുറിച്ച് അവൾ അവനോട് ഒറ്റയ്ക്ക് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതേ സമയം ഇത് കാണുന്ന അവളുടെ കൂട്ടുകാരിയാണ് ചെറുതായിട്ട് അസൂയപ്പെടും, കാരണം ഇവൾക്ക് ആ സാറിന് ഇഷ്ടമെന്ന് ഈജുവിന് അറിയാം, എന്നിട്ടും അവന്റെ കൂടെ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന ഇവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നിട്ട് അന്ന് രാത്രി ഈജു വീണ്ടും അവൾ കഥ എഴുതാൻ വേണ്ടി പോകും. അങ്ങനെ അടുത്ത എപ്പിസോഡിൽ ഇവളുടെ മാക്സ് സാറായിട്ടുള്ള ഗൗസു ആണ് നേരെ മറ്റേ ഡൊങ്ജുവിനെ കണ്ടിട്ട് ഇവൻ മറ്റേ ഗീജോന്റെ വീട്ടിൽ പോയത് പൈസ കണ്ടില്ലെന്ന് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇവൻ പൈസ എന്നാ ഇവന്റെ വീട്ടിൽ വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് ഡൊങ്ജുവും അവൻ അങ്ങനെ താളൊന്നല്ലെന്ന് പറയുമ്പോൾ ഗൗസു ആണ് എങ്കിൽ പിന്നെ നിനക്ക് അവനോട് മാത്രം പ്രത്യേക ഇഷ്ടം വരുവാണോ, അവൻ പൈസ കാണിച്ച് നിന്നെ വീഴ്ത്തുമല്ലേ, അതേ പൈസ ഞാൻ നിനക്ക് തരാം, നിനക്ക് എന്റെ കൂടെ വന്നൂടെ എന്നിന് ഇവളും ആ എപ്പിസോഡ് ഫുള്ള് എഴുതിയിട്ട് അത് അവള് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഇതിവളുടെ മാക്സ് സാറിന് ഒന്നും കൂടെ അവൻ ഹീറോ ആയിട്ട് കാണിക്കുന്ന പോലെ എഴുതണമല്ലോ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വെറുത്തൊക്കെ അവന് ഹീറോ ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഗൗസ് അവിടേക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡ് എഴുതാൻ ചോദിക്കുമ്പം അവളാണ് വീണ്ടും ഇവന് വേണ്ടി മാറ്റി വെച്ച് എഴുതി വെച്ച കഥ കാണിച്ചു കൊടുക്കും. അങ്ങനെ അതിനകത്ത് അവൻ കുറച്ച് ഹീറോയിസം കാണിക്കുന്ന പോലെയുള്ള, അതുകൊണ്ട് അവൻ അതൊക്കെ വായിച്ചു നോക്കുമ്പം ഇവിടെ ഈജു അടുത്തിരുന്ന് മിക്കവാറും ഇത് വായിച്ചു നോക്കിയിട്ടൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞ് അവളും കുറച്ച് സന്തോഷത്തിലൊക്കെ ഇരിക്കും. പക്ഷെ ഇവനാണ് ഇവള് ചുമ്മാ ഇവനെ പറ്റിക്കാൻ വേണ്ടി എഴുതുന്നതെന്ന് മനസ്സിലാക്കി അവനത് നോക്കി റിയാക്ഷൻ ഒന്നും കൊടുക്കാതിരിക്കുമ്പം അവളും ഈ എപ്പിസോഡ് ഇന്ന വല്ല മാറ്റം വരുത്തണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പം പിന്നീട് ഇവള് പുറകെ ചെന്ന് ഇവനെന്തോന്നും പറയാത്തെന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും കുറെ സമയത്ത് എന്തോ അവനെ തന്നെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം അവളും കണ്ണാടി ഇതുവരെ ശരിയായി കിട്ടിയില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കണ്ണാടി ഓർഡർ ഇതുവരെ ഓക്കെ ആയില്ല, അതേപോലെ ഇനി തൊട്ട് ഇവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ കഥ എഴുതിക്കോളാൻ പറയും. അപ്പോഴാണ് അവളും സത്യമായിട്ടാണോ സാറ് പറയുന്നതെന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം അവൻ ഇവൻ വിചാരിക്കുന്ന അതേ കഥ ഇവളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് പറഞ്ഞ് അവന്റെ മനസ്സ് പെട്ടെന്ന് അങ്ങ് മാറ്റും.
അതിനുശേഷം അവൻ്റെ കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വരുമ്പം അവളാണ് പെട്ടെന്ന് തെന്നടിച്ചങ്ങ് വീഴും. അതുകൊണ്ട് അവള് നാണക്കേടായി പോയെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ഇതിനേക്കാൾ വലിയ നാണക്കേടൊക്കെ അവൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇതൊക്കെ അതിന്റെ അത്രയും പോലും ഒരിക്കലെന്ന് പറയും. അപ്പോഴാണ് അവളും അത് ഇവന്റെ ഫ്രണ്ട് അങ്ങനെ നാണം കെട്ടാല് അവൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ വരത്തുള്ളെന്ന് പറയും. അങ്ങനെ അതിനു വേണ്ടിയാ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് പറയുമ്പം ഇവൻ എങ്കിൽ പിന്നെ ഇനി ഇവള് നാണം കെടാൻ വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ ക്ലാസ്സിൽ വെച്ചാണ് ഈജു ഗാവൂസ് പഠിപ്പിക്കുന്നത് നോക്കാതെ അവനെ തന്നെ വായി നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇവൾക്കിപ്പോ അവനോടൊരു ക്രഷായി. അങ്ങനെ അതുകൊണ്ട് അവൾ എന്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ നോക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവൾ അടുത്ത എപ്പിസോഡ് എഴുതുമ്പോഴാണ് അതിനകത്ത് ഗാവൂസു ആ ഡൊങ്ജോന്റെ പുറകെ പോകുന്ന കാര്യം അറിഞ്ഞ് അവന്റെ അമ്മ അവനെ തടഞ്ഞിർത്താൻ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അമ്മയായിട്ട് ഇവൾ വെച്ചേക്കുന്ന പ്രിൻസിപ്പളിനെയാണ്. അങ്ങനെ അവരും പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവൻ അവന്റെ പുറകെ പോകുന്ന കാര്യം പാരോച്ചും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരൻ ജാപ്പനീസ് സാർ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവന് ഞാനാ പാരോച്ചടാന്ന് പറഞ്ഞ് ഇവന്റെ ഫ്രണ്ട് ധൈര്യമായിട്ട് പറയുമ്പം ഇത് കേട്ട് ഗാവൂസും ദേഷ്യത്തി എടാ നാണമില്ലാത്തവനെ നീ എന്റെ കൂടെ നടന്ന് എന്നെ കുറിച്ചുള്ള കാര്യമൊക്കെ എന്റെ അമ്മയോട് പാരോയ്ക്കുന്നു. ആർ യു ദാറ്റ് സെൽഫിഷ് എന്ന് ഇവനും ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട് അവന്റെ കൂട്ടുകാരനും എന്റെ അളിയാ നിനക്കൊന്നും അവൻ ചേരത്തില്ല, ഞാൻ മാത്രമേ അവന് സെറ്റ് ആകത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് എന്റെ വളിച്ച് തമാശക്ക് ചിരിക്കുന്ന ഒരുത്തിനെ കാണുന്നത്, അതുകൊണ്ട് അവൻ എനിക്ക് തന്നെ വേണം എന്ന് ഇവനും പറയുമ്പം ഇത് കേട്ട് ഗാവൂസും എടാ 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 അവൻ ചിരിച്ചത് നിന്റെ വളിച്ച് തമാശ കേട്ടിട്ടല്ല, നിന്നോട് സഹതാപം തോന്നിയിട്ടാ. കാരണം അവന്റെ മനസ്സ് അത്രയ്ക്ക് ലൈറ്റ് ആണ്, ലൈറ്റ് എന്ന് ഇവന്മാർ തമ്മിൽ തർക്കമാകുമ്പം അടുത്ത സെക്കൻഡ് അമ്മയും ഗാവൂസിന് ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കാതെ കുറെ ആൾക്കാരെ പറഞ്ഞയച്ച് ഇവനെ തടഞ്ഞിർത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം കുറച്ച് ആൾക്കാരെ ഡൊങ്ജോനെ അടിച്ചിടാൻ വേണ്ടി പറഞ്ഞയക്കുമ്പം കറക്റ്റ് ആ സമയത്ത് ഹീറോ ആയിട്ട് ഗാവൂസ് അവിടേക്ക് എൻട്രി കൊടുക്കും. അതിനുശേഷം അവന്മാരെ കടിച്ചിട്ടിട്ട് ഇവന്മാരൊക്കെ നിന്നെ ഒരിക്കലും ഞാൻ തൊടാൻ സമ്മതിക്കത്തില്ലെന്ന് ഇവൻ അടുത്തേക്കൊന്ന് റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പം പെട്ടെന്ന് ഡൊങ്ജോന്റെ സ്ഥാനത്താണ് ഇവളെയാക്കി അങ്ങ് മാറ്റും. അതിനുശേഷം അവൾക്ക് ബോധം വന്നിട്ട് ഞാനിന്നിപ്പോ എന്നെ തന്നെ ഈ കഥയ്ക്ക് എഴുതിയ ഒരു ശവനെ റൊമാൻറ്റിക് ആയിട്ട് രക്ഷിക്കണമെന്ന് ഞാനിവിടെ സ്വപ്നം കാണുവാണോ എന്നിന് അവൾ ആലോചിക്കാൻ തുടങ്ങും. അതിനുശേഷം അടുത്ത ദിവസം ഇവളാ പോയതിന്റെ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അവിടെ ലിറ്ററേച്ചർ സാറിനോട് ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വീണ്ടും കണ്ട അവളുടെ കൂട്ടുകാരിയാണ് ദേഷ്യത്തിലാകും. അങ്ങനെ അതുകൊണ്ട് പിന്നീട് അവളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഇവർ തമ്മിൽ അങ്ങനെ എന്തോ സംസാരിക്കുന്നു ചോദിക്കുമ്പോൾ ഹീജു ആണ് അവള് പോയതിന്റെ ഡൗട്ടൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞ് അല്ലാതെ വേറൊന്നും സംസാരിച്ചില്ലെന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരും ദേഷ്യത്തി എങ്കിൽ പിന്നെ ഇവളും കൂടെ എന്തിനാ വിളിച്ചോണ്ട് പോകാത്തെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇഷ്ടമുള്ള കാര്യം അറിഞ്ഞിട്ടും ഇവള് പുറകെ നടന്ന് സാറിനെ സെറ്റാക്കാൻ നോക്കുകയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഹീജുവും അവൾ അങ്ങനെ വിചാരിച്ചില്ലെന്ന് പറഞ്ഞ് അവള് പറയുന്നത് വിശ്വസിക്കത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ഇവർ തമ്മിൽ തർക്കമായി മൊത്തത്തെ അങ്ങ് ഉടക്കാം. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പൊ ക്ലാസ്സിൽ വന്നിട്ടും ഇവർ തമ്മിൽ സംസാരിക്കത്തില്ല. അങ്ങനെ അതാലോചിച്ച് തന്നെ രാത്രി ഈജുവിന് മൊത്തത്തിൽ വിഷമായിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം അവളും ചുമ്മാ പുറത്തേക്ക് പോകുമ്പം ഇവള് ഗാവൂസിന്റെ ഓർമ്മയിൽ തന്നെ അവൾ അവിടെ ഒരു കടയിൽ ചെല്ലും. അങ്ങനെ ആ സമയത്താണ് പെട്ടെന്ന് ഇവന്റെ ഫ്രണ്ട് ഗാവൂസ് വന്നിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവളും ഇത്ര സമയം ഇവിടെ ഇല്ലായിരുന്നു, ഒരു പക്ഷെ ഞാൻ കടയിൽ കയറുന്ന കണ്ടിട്ടാണോ അവൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇവള് കുറെ അങ്ങ് ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെ ആ സമയത്താണ് അവന്റെ കൂടെ വേറൊരു പെങ്കൊച്ചും കൂടെ വരുന്നത്. അങ്ങനെ ഇത് കണ്ട് ഇവള് മൊത്തത്തിൽ ഷോക്കായി അവൾക്ക് മൊത്തത്തിൽ അങ്ങ് വിഷമാകും. അങ്ങനെ അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇവള് ചുമ്മാതൊന്നല്ല ഗാവൂസിനെ കുറിച്ച് ആലോചിക്കുന്ന സത്യത്തി അവനോട് പ്രണയത്തി വീണോ എന്ന്. അതുകൊണ്ട് അവൻ്റെ കൂടെ വേറൊരു പെങ്കൊച്ചിനെ കണ്ട് ഇവൾക്കിപ്പോ സങ്കടം വരുന്നത്. അങ്ങനെ അതിനുശേഷം അവന് കാണാൻ വന്ന ഫ്രണ്ടിന്റെ കൂടെ സംസാരിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പം ഇവളാണ് ആ സമയത്ത് നേരെ അവരുടെ പുറകെ ചെന്നിട്ട് ഇവള് ഗാവൂസിന്റെ സ്റ്റുഡന്റാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോഴാണ് അവളും ഇവന് സ്വന്തമായിട്ട് സ്റ്റുഡന്റെ കൊണ്ടോന്ന് പറഞ്ഞ് അവൾ ചുമ്മാ തമാശയ്ക്ക് സംസാരിച്ചിട്ട് നമുക്ക് പിന്നീട് കാണാന്ന് പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെ അതിനുശേഷം അവൾ വീണ്ടും ഇവന്റെ പുറകെ വന്ന് ആ ചേച്ചിയെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് അവർക്ക് മിക്കവാറും ബോയ് ഫ്രണ്ടെ കാണുന്ന പറയും. അപ്പോഴാണ് അവനും ഇമ്മാതിരി ചോദ്യമൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് വരാമോന്ന പരീക്ഷയ്ക്ക് മാത്സിന് 50 മാർക്ക് വാങ്ങിച്ചില്ല അവൻ ഇവളെഴുതുന്ന കഥ വീട്ടുകാരോട് പറയുന്ന പറഞ്ഞിട്ട് അവൻ പേടിപ്പിച്ച് അങ്ങ് പോകും. അങ്ങനെ അത് കേട്ട് അവളാണ് മൊത്തം ഷോക്കായി സാറ് പറയത്തില്ലെന്നല്ലേ പറഞ്ഞെന്ന് ഇവള് പറയുന്ന ഗഞ്ചിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഗാവൂസ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം അവൻ ഇന്ന് കാണാമെന്ന് അവന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം ഓർത്തോണ്ടിരിക്കും. അതായത് അവൾ ഇവനെ കാണാമെന്ന് അവള് മാത്സിന്റെ ഭാഗമായിട്ട് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഇവന് റിസർച്ചൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവനും കൂടെ വർക്ക് ചെയ്യുന്നോന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അവളിപ്പോ വന്നത്. അങ്ങനെ അതിനവന് താല്പര്യം ഉണ്ടെങ്കിലും അവൻ വേണ്ടെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പം ഡൊങ്ജോ ആണ് ഇവനെ കണ്ടിട്ട് അവന്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി അവനും കൂടെ ചെല്ലും. ഇതേ സമയം ഇവിടെ ഈജുന്റെ വീട്ടിലാണ് അവളുടെ അനിയൻ മെസ്സേജ് അവന് ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരാൻ പറയും. അപ്പോഴാണ് അവളും ഇന്ന് പറ്റത്തില്ല നാളെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അവൾ കിടക്കാൻ പോകുന്ന പറയുമ്പം അവൻ അമ്മയെ വിളിക്കുന്ന പോലെ ഒരു സ്റ്റിക്കർ എടുത്ത് ഇവൾക്ക് അയച്ചു കൊടുക്കും. അതോടെ അവൾ മേടിച്ചിട്ട് അപ്പൊ തന്നെ അവന് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് ഇവൾ പുറത്ത് വെച്ച് ഇവളുടെ 2 സാറുമാർ ഒരുമിച്ച് നടന്നു വന്ന് കാണുന്നത്. അതേസമയം ഡൊങ്ജോ ആണ് ഇന്ന് കാണാൻ വന്ന കൂട്ടുകാരി റിസർച്ച് ചെയ്യാൻ വേണ്ടി വിളിച്ചെന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം ഗാവൂസോ ആണ് അവൻ എന്തായാലും ഈ ജോലി കളഞ്ഞിട്ട് അമേരിക്ക പോകത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇത്രയും പെട്ടെന്ന് പറയുവാണ് എങ്കിൽ പിന്നെ നീ മുമ്പേ തീരുമാനിച്ച, പക്ഷെ നിനക്ക് റിസർച്ച്
റിസർച്ച് ഭയങ്കര ഇഷ്ടമാണല്ലോ, നിനക്ക് അവളുടെ കൂടെ അമേരിക്കയിൽ പോയി ഇപ്പൊ തന്നെ സെറ്റിൽ ആകാന്നേ ഉള്ളൂ, അതുകൊണ്ട് നീ ഒന്നും കൂടെ ആലോചിച്ച് നോക്ക് എന്നിന് ഇവനും പറയുമ്പം അവിടേക്കൊരു നീജുവാണ് ഇവൻ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞ് അവള് പുറയുന്ന ഷോക്കായി നിൽക്കും. അങ്ങനെ അതിനുശേഷം അവളും ഇവരുടെ കൂടെ വന്നോണ്ട് സാർ എപ്പോഴും അമേരിക്കയിൽ പോകുന്നതെന്ന് പറഞ്ഞ് ഇനിയിപ്പോ അവിടെ പോകുവാണ് ഇപ്പൊ ഞങ്ങളൊന്നും കാണത്തില്ലല്ലോ എന്ന് അവൾ കുറെ ചോദ്യം ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും അവൾക്ക് തിരിച്ച് ഉത്തരം നൽകാതെ അവൻ വീട്ടിലേക്ക് കയറിപ്പോകും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇവളാണ് ഒരു ഷിന്നി ഈ കാര്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് പെട്ടെന്ന് അമേരിക്കയിൽ പോകാന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സിമ്പിൾ ആയിട്ട് ബായ് പറഞ്ഞിട്ട് പോകുമെന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവരുടെ ക്ലാസ്സിലാണ് കുറച്ച് ദിവസമായിട്ട് ജിയ വരത്തില്ല, അതുകൊണ്ട് അവൻ അറ്റൻഡൻസ് ഒക്കെ ഇട്ട് അവൾക്ക് ആബ്സെന്റ് ഇടുമ്പം ഇത് കണ്ട് ഈജോന്റെ ഫ്രണ്ട്സ് ആണ് അവൾ വന്നില്ലെങ്കിൽ ഇവളുടെ സി മാർക്കല്ലേ കുറയാമോ എന്ന് പറഞ്ഞ് അവൾ എന്തോ ചെയ്യാമോ എന്ന് ചോദിക്കും. അതുകൊണ്ട് അന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഈജുവും നേരെ അവളുടെ അഡ്രസ്സ് കണ്ടെത്തി പോകുമ്പം അതേസമയം അവിടേക്ക് ഗാവൂസ് വന്നിരിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് എങ്ങനെ അഡ്രസ്സ് അറിയാൻ ചോദിക്കുമ്പം അവൾക്ക് അച്ഛനമ്മ ഇല്ലാത്തോണ്ട് ഈ സ്ഥലത്ത് താമസിക്കുന്ന കാര്യം അവൾ അന്ന് ഇവിടെ കൊടുക്കുന്ന ഇവൾ വായിച്ചു നോക്കിയായിരുന്നു പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഇനി അവളെ ഇവൻ അന്വേഷണം പറഞ്ഞിട്ട് ഇവള് വീട്ടിൽ പോകാൻ പറയുമ്പം ഈജു ആണ് അവള് വരാത്തിന് എന്റെ സി മാർക്കല്ലേ കുറയ്ക്കുന്നത്, അത് കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ക്ലീൻ ചെയ്ത് തന്നെ മടുത്തുപോയി, അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നിട്ട് അവള് ജിയ അന്വേഷിക്കാൻ വേണ്ടി പോകുമ്പം ഇവർ രണ്ടുപേരും കൂടെ അവൾ ഇതുവരെ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് അന്വേഷിച്ച് നോക്കും. പക്ഷെ അവിടുത്തെ ആളാണ് അവള് കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് വേറെ ഏതോ ബാർബിക്യൂ ചെയ്യുന്ന കടയിലേക്ക് മാറി എന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ ഓരോ വഴിക്ക് ചെന്ന് അവൾ അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഈജു ആദ്യം അവളെ കണ്ടെത്തുന്നത്. അപ്പോഴാണ് ഇവൾ നോക്കുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന കടയിൽ കുറെ ആൾക്കാരൊക്കെ ഇവളെ കുടിപ്പിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഈജു അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവർക്ക് എന്തോ കാണിക്കുന്നു പറഞ്ഞിട്ട് ഇവൾക്ക് ഇവിടെ തന്നെ ജോലിയാണെന്ന് ചോദിക്കുമ്പം ജിയ ആണ് അവരെങ്ങനെ കുടിപ്പിക്കുന്നുണ്ട് ഇവൾക്ക് എക്സ്ട്രാ ടിപ്പൊക്കെ തരുമെന്ന് പറയും. അങ്ങനെ ഇങ്ങനെ ഇവളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ പറയുമ്പം അതേസമയം ഇവൾ കടം വാങ്ങിച്ചവന്മാര് രണ്ടന്മാർ അവിടേക്ക് ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഇന്നല്ല അവസാനത്തെ തീയതി എന്ന് പറഞ്ഞ് പൈസ ഉണ്ടോന്ന് ചോദിക്കുമ്പം ജിയയും അവളുടെ ഇപ്പൊ പൈസ ഇല്ലെന്ന് പറഞ്ഞ് ശമ്പളം പതിയെ കിട്ടത്തുള്ളെന്ന് പറയും. പക്ഷെ അവന്മാരാണ് വിടാതെ ഇവളെ ശല്യപ്പെടുത്തുമ്പം അടുത്തിരുന്ന് ഈജു അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന്മാരും എങ്കിൽ പിന്നെ ഇവൾക്ക് വരും പൈസ തരാനാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തർക്കാകുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ ഗാവൂസ് ഓടി എത്തിയിട്ട് അവരത് മാറിപ്പോകാൻ പറയും. അപ്പോഴാണ് അവന്മാരും നീ ആരാടാന്ന് പറഞ്ഞ് അവനെ നോക്കി ചോദിക്കുമ്പം അവൻ ഇവരുടെ ക്ലാസ് ടീച്ചറാന്ന് പറഞ്ഞിട്ട് അവനെ പരിചയപ്പെടുത്തും. അപ്പോഴാണ് അവരും എങ്കിൽ പിന്നെ ഒരു ടീച്ചറായിട്ട് കടം വാങ്ങിച്ചാൽ തിരിച്ച് ആ പൈസ അടയ്ക്കാൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് അവന്മാർ രണ്ടുപേരും കൂടെ ചോദ്യം ചെയ്യുമ്പം ഗാവൂസും പൈസ എത്രയെന്ന് ചോദിച്ച് അവളുടെ കടം അങ്ങ് തീർത്തു കൊടുക്കും. അതിനുശേഷം അവൻ എവിഡൻസ് ആയിട്ട് ഇവളുടെ പൈസ അടച്ചെടുത്തെന്ന് പറഞ്ഞ് അവന്മാരെ കൊണ്ട് പറയിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവന്മാർ രണ്ടുപേരും ഇനി ഇവളുടെ പുറകെ വരലെന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് പറഞ്ഞയക്കും. അപ്പോഴാണ് ജിയ ആണ് ഇപ്പൊ അടച്ച പൈസ അവൾ തിരിച്ചരാന്ന് പറയുമ്പം അവൻ അവൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ശിവൾക്ക് ഇത് സമ്മതിക്കാൻ പറ്റുന്നില്ല, എങ്കിൽ പിന്നെ ഇതേപോലെ കഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഇവൾ പിന്നീട് സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതിനുശേഷം അവളെ കൊണ്ടുപോയി അവൾ താമസിക്കുന്ന സ്ഥലത്താക്കിയിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം അവനാണ് ഇവള് ജിയ ആബ്സെന്റ് ആയതുകൊണ്ട് മാത്രമല്ല ഒന്ന് അവളോർത്ത് വിഷമിച്ചിട്ട് വന്നതെന്ന് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവളോർത്ത് സന്തോഷപ്പെടുമെന്ന് പറയും. അപ്പോഴാണ് അവളും അതേപോലെ സാറും മറ്റുള്ളവർ പോലെ അല്ലാതെ ഒരു സ്റ്റുഡന്റ് വന്നില്ലെന്ന് പറഞ്ഞ് വീട് വരെ ഒക്കെ നോക്കിയില്ലെന്ന് പറഞ്ഞ് ഇതേപോലെ വേറൊരു സാറ് നോക്കിയിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇവരുടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവളും സത്യത്തിൽ ഇവൻ അമേരിക്കയിൽ തന്നെ പോകുവാണെന്ന് ചോദിക്കുമ്പം അവനും തൽക്കാലം ഇവരൊക്കെ പഠിച്ചിറങ്ങാൻ നോക്കിയിട്ട് അവൻ ബാക്കിയുള്ളതിനെ കുറിച്ച് ആലോചിക്കത്തുള്ളെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം ഈജും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം ഇന്ന് നേരത്തെ തന്നെ ജിയ വന്നേക്കും. അങ്ങനെ അതുകൊണ്ട് അവളോട് സന്തോഷപ്പെടുമ്പം അതേസമയം ഇവൾക്ക് ഇവളുടെ കൂട്ടുകാരും തമ്മിൽ ഇപ്പോഴും ചെറിയ ഉടക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവളുടെ കൂട്ടുകാരി ഇവളെ നോക്കിയാൽ നല്ല രീതിക്ക് സംസാരിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇവർ തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ എല്ലാവരും വീട്ടിലേക്ക് ചെല്ലുമ്പം ഇവിടെ ജെനിയാണ് ജിയ ഒരു കാറിൽ കയറി പോകുന്ന കാണും. പക്ഷെ അവളെ മറ്റേ കടം കൊടുത്തവന്മാർ കിഡ്നാപ്പ് ചെയ്തിട്ട് പോയതാ. പക്ഷെ ഇവള് ജിയ റിച്ചാന്ന് പറഞ്ഞ് അവൾ സ്കൂളിലെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുമ്പം ഇത് കണ്ട് അപ്പം തന്നെ ഈജു ആണ് പേടിച്ച് പോയി അവളുടെ മാത്സ് സാറിനോട് ചെന്ന് ഈ കാര്യം പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അവന്മാരുടെ വിസിറ്റിംഗ് കാർഡ് ഇവളുടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ അഡ്രസ്സ് അയച്ചു തരാൻ പറഞ്ഞ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറയും. പക്ഷെ ഇവൾക്കാണ് ഇവൻ ഒറ്റയ്ക്ക് പോയേക്കുന്നുണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് മേടിച്ച് അവന്റെ കൂട്ടുകാരന്മാരും കൂടെ സഹായത്തിന് വിളിക്കാൻ തീരുമാനിക്കും. എന്നിട്ട് ഇവിടെ ഗാവൂസും കറക്റ്റ് അവന്മാരുടെ സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലുമ്പം അവന്മാർ ജിയെ അവിടെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ചേക്കുക. അപ്പോഴാണ് അവനും പൈസയെ കൊടുത്തതല്ല ഇന്നെ തന്നെ അവൾ പിടിച്ചു വെച്ചേക്കെന്ന് പറഞ്ഞ് അവളെ വെറുതെ വിടാൻ പറയുമ്പം അവന്മാരൊക്കെയാണ് ഈ സാറിനെ കൊണ്ട് തോറ്റെന്ന് പറഞ്ഞ് അവന്മാർ ഇപ്പോഴാ പലിശ കൂട്ടിയ കാര്യം ഓർമ്മ വന്നെന്ന് പറയും. അതുകൊണ്ട് ഇനി ഒരു 2-3 ലക്ഷം തരാനുണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് ജിയും ഇവന്മാരെ കള്ളം പറയുക സാറൊരു പൈസയും കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാ പൈസ അടച്ചിരുത്തെന്ന് പറയും. അപ്പോഴാണ് അവനും ഇവരൊക്കെ ഇനി പ്രശ്നം ഉണ്ടാക്കുവാണ് എങ്കിൽ പിന്നെ കോൺട്രാക്ടിങ്ങിലൊന്ന് കാണിക്കുന്ന പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പം അവന്മാരൊക്കെ ഗാവൂസിനെ അടിച്ചിടാൻ വേണ്ടി പോകും. അപ്പോഴാണ് ജിയ പേടിച്ച് അവന്റെ അടുത്തേക്ക് വന്നിട്ട് സാർ ഇവിടെ നിന്ന് പോയിക്കോ ഈ പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തോളെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കാൻ നോക്കുമ്പം അതേസമയം അവന്മാരാണ് ഗാവൂസിനെ അങ്ങ് അടിച്ചിടും. അങ്ങനെ ഇത് കണ്ട് ജിയ മൊത്തത്തിൽ പേടിച്ചു പോകുമ്പം അവന് ഹീറോയ്ക്കിപ്പോ ഹീറോയിസം കാണിക്കേണ്ട സമയം എന്ന് പറഞ്ഞ് അവന്മാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കും. അതിനുശേഷം ഈജോ അവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചോണ്ട് കറക്റ്റ് അവിടേക്ക് ഒന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഹീറോയിസം കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് അവൻ ഇപ്പൊ അടി വാങ്ങിച്ച് ഒരു മൂലയെ കിടക്കും. അങ്ങനെ ഇത് കണ്ട് ഈജോ ആണ് പേടിച്ച് അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പം അതേസമയം ഇവന്മാരൊക്കെ ദേഷ്യത്തി അവൻ ഈ ഒരു അവസ്ഥയിലാക്കിയത് ആരാണെന്ന് പറഞ്ഞ് ഇവന്മാരെയൊക്കെ അടിച്ച് തകർക്കാൻ വേണ്ടി റെഡിയാകും.
അപ്പോഴാണ് ഡൊങ്ജു മാത്രം ഇവന്മാരെയൊക്കെ നോക്കിക്കോളാം എന്നറിഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സിനെ സൈഡിലേക്ക് നിൽക്കാൻ പറയും. കാരണം ഡൊങ്ജു ആണ് ഈ കൂട്ടത്തിൽ നമ്പർ 1 ഗാങ്സ്റ്റർ. അതുകൊണ്ട് തന്നെ ഇവൻ അവന്മാരെയൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് അടിച്ചിടും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ ഷോക്കായി നിൽക്കുമ്പം അതേസമയം അവസാനം ആ കടം കൊടുക്കുന്ന ആളുടെ ബോസും അറിയാതെ ഇവന്റെ ഷർട്ടാണ് കീറും. അപ്പോഴാണ് ഇവരെല്ലാം കാണാൻ വരുന്ന ഇവന്റെ ബോഡിക്കകത്ത് ഗാങ്സ്റ്ററിനെ പോലെ ഒരു ഡാറ്റു ഉണ്ടെന്ന്. അങ്ങനെ ഇത് കണ്ട് അവളുമാര് മൊത്തത്തിൽ അങ്ങ് ഞെട്ടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇവനും ഇനി മേലെ ഇവരുടെ പുറകെ പോലെന്ന് പറഞ്ഞിട്ട് അവളുമാരോട് സോറി ഏൽപ്പിക്കും. ഇതേസമയം കൂട്ടുകാരാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഈജുന്റെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. കാരണം അവളും കൂടെ അവിടെ പോയതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഈജു നടന്നു വരുമ്പം ഇത് കണ്ട് ഇവള് വിഷമിച്ച് ഓടിച്ചെന്ന് അവൾ ഹഗ് ചെയ്യും. എന്നിട്ട് അവളും വിളിച്ചാലും മെസ്സേജ് അയച്ചാലും എന്താ നീ എടുക്കാത്തെന്ന് പറഞ്ഞ് ഈജുവിനോടുള്ള സ്നേഹത്തിൽ ചോദിക്കുമ്പം ഇവർ തമ്മിലുള്ള പ്രശ്നമെല്ലാം തീരും. അപ്പോഴാണ് ഈജുവും അവൾക്ക് മാത്സ് സാറിന് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ സത്യം പറയുമ്പം ഇത് കേട്ട് കൂട്ടുകാരിയും ഇവളിനിപ്പോ ലിറ്ററേച്ചർ സാറിനെ ഇഷ്ടപ്പെട്ടാലും അവൾക്ക് ദേഷ്യമൊന്നുമില്ലെന്ന് പറയും. കാരണം കൂട്ടുകാരി ദേഷ്യപ്പെട്ടത് ഈജു ഇവള് ചോദിച്ചിട്ടും സത്യസന്ധയോടെ ഒന്നും സംസാരിക്കാതെ എല്ലാം സീക്രട്ടായിട്ട് വെച്ചോണ്ട. അങ്ങനെ നമ്മൾ തമ്മിൽ സീക്രറ്റും കാണത്തില്ലെന്ന വിചാരിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ കൂട്ടുകാരിയും ഈജുന്റെ കൂടെ പഴയതുപോലെ ഫ്രണ്ട് ആവും. അങ്ങനെ അതിനുശേഷം ഈജു ആണ് അവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയിട്ട് ഇന്ന് മറ്റവളുടെ ക്രഷ് ലിറ്ററേച്ചർ സാർ എന്തോ കാണിച്ചെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതോടെ കൂട്ടുകാരിയാണ് അവൾക്കും മൊത്തത്തിൽ സന്തോഷമായി ഇവള് പറയുന്നത് കേട്ടോണ്ടിരിക്കും. അതേസമയം ഇവിടെ വീട്ടിൽ വെച്ചാണ് ഗാവൂസിനെ അവന്മാര് മരുന്നിട്ടുകൊണ്ടിരിക്കുമ്പം ഇതേസമയം ഡൊങ്ജും ഇനി അടികൂടത്തിലും സത്തിയിട്ടിട്ട് ആ വീണ്ടും അടികൂടിയെന്ന് പറഞ്ഞ് കുറച്ച് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് അവന്മാരും ചുമ്മാ ഒന്നല്ല അടികൂടിയ അവന്മാർ തെറ്റ് ചെയ്തിട്ടില്ല അടികൂടിയെന്ന് പറഞ്ഞ് ആ സമയത്ത് അങ്ങനെ ആരായാലും ചെയ്തോന്നറിഞ്ഞ് അവനെ സമാനപ്പെടുത്തും. അപ്പോഴാണ് അവനും എന്നാൽ ഇവന്റെ ഡാറ്റുവോ കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവന്റെ സ്റ്റുഡൻസ് തന്നെ അതൊക്കെ കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇവന്മാരും വിഷമിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കി അവനെ സമാനപ്പെടുത്തും. അതിനെ ഷീജു ആണ് ഇന്ന് അവൾ കണ്ട സംഭവങ്ങളൊക്കെ ഒരു ട്വിസ്റ്റായിട്ട് തോന്നി അവളുടെ കഥയിൽ അത് യൂസ് ചെയ്യും. അതായത് കഥയ്ക്കകത്ത് ഡൊങ്ജും ഇവരാരും അറിയാത്ത ഒരു ഗാങ്സ്റ്റർ ആണ്. അങ്ങനെ അതുകൊണ്ട് അവനും ഇവളുടെ കൂട്ടുകാരെ രക്ഷിക്കുന്ന പോലെയൊക്കെ ഒരു സീൻ വെച്ചു കൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഗാവൂസും ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പിള്ളേരെല്ലാരും കൂടെ അവന്റെ ഫേസ് കണ്ടിട്ട് സാറിന് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് വിഷമം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവരാദ്യം പഠിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞിട്ട് ജിയും ഞാൻ കാറിൽ സംഭവിച്ചെന്ന് പറഞ്ഞ് അവൾ അവനോട് സോറി പറയുമ്പോൾ അവനെ ഒന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ ക്ലാസ്സിലേക്ക് ചെല്ലാൻ പറയും. എന്നൊരു ഇന്റർവൽ സമയത്ത് ഈജു ആണ് അവളുടെ കൂട്ടുകാരിയോട് ഇപ്പൊ ഗാവൂസിന് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ആ ഇഷ്ടം മനസ്സിൽ തന്നെ വെക്കാതെ സാർ അമേരിക്ക പോകുമ്പോ തന്നെ ഇവളുടെ ഇഷ്ടം ചെന്ന് പറയാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഈജുവും അത്രയും പെട്ടെന്ന് പറയണമെന്നൊക്കെ അവള് പേടിച്ചിരിക്കുമ്പം കൂട്ടുകാരിയും ഇങ്ങനെ ആലോചിച്ചിരുന്ന ഇവളുടെ ചാൻസ് വന്നറിഞ്ഞ് ഇന്ന് വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്സിൽ തന്നെ ഇവളുടെ ഇഷ്ടം പറയാൻ പറയും. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഈജുവും കുറച്ച് ടെൻഷനോടെ അവനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ പിള്ളേരെല്ലാം വീട്ടിലേക്ക് പോയ ഉടനെ ഇവൾ അവനെ വിളിക്കുമ്പോൾ അവൻ എന്തോന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് സാറ് പുതിയ കണ്ണാടി വാങ്ങിച്ചോന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം അവൻ ഇത് ചോദിക്കാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവൾ വീണ്ടും പുറകെ ചെന്ന് അവളുടെ ഇഷ്ടം പറയാൻ വേണ്ടി നോക്കും. അപ്പോഴും ഇവൾക്ക് ധൈര്യം ഇല്ലാതെ അവനോട് ഇഷ്ടമുള്ള കാര്യം പറയാതെ ഇവള് മാത്സ് എത്ര പഠിച്ചിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും വീണ്ടും ഒന്ന് നല്ലോണം പഠിച്ചു നോക്കാതെ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ് മര്യാദ ക്ലാസ് റൂമൊക്കെ ചെന്ന് ക്ലീൻ ചെയ്യുന്ന പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും കൂട്ടുകാരോട് അവളുടെ ഇഷ്ടം പറയാൻ ധൈര്യം കിട്ടില്ലെന്ന് പറയുമ്പോൾ അവളാണ് എങ്കിൽ പിന്നെ പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു ലവ് ലെറ്റർ എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ ഇവള് പോയൊക്കെ എഴുതാൻ കില്ലാടിയില്ലെന്ന് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് ഈജുവും ഈ ഐഡിയ അവൾക്ക് എന്താ തോന്നാത്തതെന്ന് പറഞ്ഞ് ഇവള് ലവ് ലെറ്ററിന് പകരം ഇന്ന് എഴുതുന്ന എപ്പിസോഡിനകത്ത് തന്നെ ഇവളുടെ ഇഷ്ടം ഡൊങ്ജു പറയുന്ന പോലെ എഴുതിയിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഡൊങ്ജു വന്ന് ആദ്യം തൊട്ട് ഗാവൂസിനെ ഇഷ്ടമെന്ന് പറയുമ്പം ഇത് കേട്ട് ഗാവൂസ് ഷോക്കായി പെട്ടെന്ന് ഇങ്ങനെ ഇഷ്ടം പറയാനുള്ള കാരണം മറ്റേന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണെന്ന് ചോദിക്കും. അങ്ങനെയാണ് ഇവനൊരു സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് നോക്കിയെന്ന് പറഞ്ഞ് കുറച്ച് ജാടയൊക്കെ ഇട്ട് ചോദിക്കുമ്പം ഡൊങ്ജു ആണ് അങ്ങനെയൊന്നല്ല ആദ്യം തൊട്ട് നിന്നോടായിരുന്നു ഇഷ്ടം അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവള് പറയുന്ന പോലെ ഡൊങ്ജുവിനെ കൊണ്ട് പറയിപ്പിക്കും. അതോടെ ഗാവൂസും എന്നിട്ടാണ് ഈ സത്യം നീ മറച്ചു വെച്ചെന്ന് പറഞ്ഞ് ഇവർ തമ്മിലുള്ള ലവ് സെറ്റ് ആകുന്ന പോലെ അവൾ എപ്പിസോഡ് ചെയ്തേക്കും. അതിനുശേഷം അടുത്ത ദിവസം അവൾ ഇവനെ കണ്ടിട്ട് ഇന്നലത്തെ എപ്പിസോഡ് വായിച്ചു നോക്കിയോന്ന് ചോദിക്കുമ്പം അവനും പെട്ടെന്ന് എന്തോ കഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് പറഞ്ഞ് ഇവൾക്ക് ഇത് എന്തോ പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് അവൾക്ക് ചെറിയ സങ്കടമായിരിക്കും. ഇവള് പറഞ്ഞ ഇഷ്ടം ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്ന് വിചാരിച്ച്. അങ്ങനെ അതിനുശേഷം ക്ലാസ്സിൽ വെച്ച് അവനും എല്ലാവരുടെയും അസൈൻമെന്റ് വാങ്ങിക്കുമ്പം ഈജു മാത്രം വച്ച് കാണത്തില്ല. അതുകൊണ്ട് അവനും ദേഷ്യത്തി വീട്ടിൽ ചെന്ന ഇവൾക്ക് പിന്നെ എന്തോ പരിപാടി എന്ന് പറഞ്ഞ് ഈ പ്രായത്തിൽ പഠിക്കാനല്ലാതെ ഇവൾക്ക് വേറെന്തോ ജോലിയും ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവളും മൊത്തത്തിൽ ഇവിടെ പെട്ടുപോയിരിക്കുമ്പം അവന് ഇന്നത്തെ ഹോംവർക്കും ചേർത്ത് നാളെ എഴുതി കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഉച്ച സമയത്ത് ഇവരെ കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിൽ ചെല്ലുമ്പം അവിടെ കുറച്ച് പെൺപിള്ളേരാണ് നമ്മുടെ സ്കൂളിലെ സാറുമാരെ പോലെ തന്നെ ഒരു കഥ ആരാണ്ട് എഴുതി വെച്ചേക്കോന്ന് പറഞ്ഞ് ഇവളുമാര് ഈജു എഴുതിയ കഥ വായിച്ചു നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് ഹാസുവാണെ കേൾക്കും. അങ്ങനെ അതുകൊണ്ട് അവൾക്ക് സംശയം ഇനി ഇതുവരെ ഈ സ്കൂളിൽ പഠിക്കുന്ന ആരെല്ലായിരിക്കും എഴുതുന്നതെന്ന്. അതുകൊണ്ട് അവളത് വായിച്ചു നോക്കുമ്പോൾ തന്നെ എക്സ്ട്രാ ക്ലാസ്സിനും അതേപോലെ ഇവളുടെ ക്ലാസ്സിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളാണ് കഥയായിട്ട് എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഉറപ്പായി പോയം എഴുതാൻ ഇൻട്രസ്റ്റ് ഉള്ള ഈജു ആയിരിക്കും ഈ പണി ചെയ്തതെന്ന്. അങ്ങനെ അതിനുശേഷം ഇവിടെ ഈജു ആണ് ഗാവൂസിനെ കാണാൻ വേണ്ടി വരുമ്പം അവൻ അതേസമയം മറ്റവന്റെ ഫ്രണ്ടുമായിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് അവൾ
അവളാണ് വിഷമിച്ച് അവളുടെ കൂട്ടുകാരോടൊന്ന് പറയും ഇവൾക്ക് എന്തായാലും ആ സാറായിട്ട് ഒരു ചേർച്ചയില്ലെന്ന്. കാരണം അവൻ എപ്പോഴും ഇവളോട് ദേഷ്യപ്പെട്ട സംസാരിക്കുന്നത്. പക്ഷെ മറ്റവളോട് നല്ല രീതിയിൽ ചിരിച്ച് സംസാരിക്കുമെന്നറിഞ്ഞ് ഇനിയും സാറിനെ കുറിച്ച് ആലോചിച്ച് ഇവളെ വിഷമിക്കുന്നില്ലെന്നറിഞ്ഞ് ഇവിടുന്ന് കരയുമ്പം അവളുടെ കൂട്ടുകാരി അടുത്തിരുന്ന് അവളെ സമാധാനപ്പെടുത്തും. അതിനുശേഷം അന്ന് രാത്രി ഗൗസിന്റെ കൂട്ടുകാരന്മാരാണ് മറ്റേ ഫ്രണ്ടാണോ അല്ലെ ലവറാണോ അളിയാന്ന് പറഞ്ഞ് അവളായിട്ട് ഡേറ്റിംഗ് ആയിരുന്നെന്ന് പറഞ്ഞ് കളിയാക്കുമ്പം ഇവനും അവളെപ്പോഴും അവളുടെ നാട്ടിൽ പോയെന്ന് അറിഞ്ഞിട്ട് ഇവന്മാർ വിചാരിക്കുന്ന പോലെ നല്ലെന്ന് പറയും. പക്ഷെ അവന്റെ കൂട്ടുകാരനാണ് വിടാതെ ഇവൻ ചുമ്മാ തള്ളുവെന്ന് അറിഞ്ഞ് അവൻ അടുത്തിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പം തന്നെ ഇവന്മാർ തമ്മിൽ ഫൈറ്റ് ആകും. പക്ഷെ ആ ഫൈറ്റ് കണ്ട ചിരി വരുത്തേ ഉള്ളൂ. ഇതിനേശം ഇവിടെ ഈജുവും അവളുടെ എപ്പിസോഡിനൊന്ന് കമന്റ് ഒക്കെ വായിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ പേർക്കും ഡൊങ്ജു പെട്ടെന്ന് ഗാവൂസിനോട് ഇഷ്ടം പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ അവളും എല്ലാവർക്കും ഇഷ്ടമായി, അവന് മാത്രം ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അതിലൊരു കമന്റ് ആണ് ഇവൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അങ്ങനെ അതോടെ അവളും മൊത്തത്തിൽ പേടിച്ചു. ഇവളെ കഥയിൽ നിന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചോന്ന് പറഞ്ഞ് അവൾക്ക് ടെൻഷനാകും. അങ്ങനെ അടുത്ത ദിവസം ആ ടെൻഷനോടെ ഇവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം ഇവൾ ആ കമന്റ് തന്നെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ഹാസുവാണ് മനഃപൂർവ്വം അവൾ വേറെ പെമ്പിള്ളാരോടൊക്കെ നമ്മുടെ സാറുമാർ പറഞ്ഞ അതേ ഡയലോഗൊക്കെ കഥയായിട്ട് ആരാണ്ട് എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവൾ ഈജുവിനെ പേടിപ്പിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവളാണ് ആ കമന്റ് ഇട്ട്. അങ്ങനെ അതിനുശേഷം അവൾ നേരെ ഈജുവിനോട് ഇവൾ ആ കഥയൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ എന്തോരാണെന്നറിയാതെ അതും തന്നെ ഇവളോട് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിക്കും. അപ്പോഴാണ് ഹാസുവും ചുമ്മാ ചോദിച്ചോളൂ അതിന് ഇത്ര സീൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ഈജുവിനെ ഒന്ന് പേടിപ്പിച്ച് നോക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പത്തൊട്ട് ഈജുവിന് സംശയമായി ഒരു പക്ഷേ ഹാസു എല്ലാ സത്യം കണ്ടുപിടിച്ചു വന്ന്. അതുകൊണ്ട് തന്നെ അവളും ഇനിയത് അവൾ എല്ലാവരോടും പറഞ്ഞ് പാട്ടാക്കിയ ഇവൾക്ക് നാണക്കേടെന്ന് വിചാരിച്ച് അതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളും മൊത്തത്തിൽ കൺഫ്യൂസായി നല്ല ടെൻഷൻ ഇരിക്കുമ്പം ഇവിടെ അതേസമയം ഹാസുവാണ് ജെന്നിയോടും കൂടെ ഈ കാര്യം ഡിസ്കസ് ചെയ്യും. ഈജു ഇതേപോലെ സാറുമാരെ കുറിച്ചൊക്കെ കഥ എഴുതി വെച്ചോണ്ടിരിക്കുവന്ന്. അതുകൊണ്ട് ഇതറിയാൻ വരുന്ന ജെനിയാണ് അവൾക്കൊട്ടും തന്നെ വിശ്വസിക്കാനൊക്കത്തില്ല. എന്നിട്ട് അടുത്ത ദിവസം ഇവിടെ മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ്സിൽ ഹാസുവിനെ കണ്ട് ഈജും പേടിച്ചൊക്കെ ഇരിക്കുമ്പം ഇത് കണ്ട് അവളും ചെറുതായിട്ട് ചിരിച്ചിട്ട് അവൾ നേരെ ഗാവൂസിനോട് ചെന്ന് കുറച്ച് ഡൗട്ട് ചോദിക്കുന്നതിൽ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. കാരണം ഈജു ഇവനായിട്ട് ക്ലോസ് ആയതുകൊണ്ടാണ് അവൾക്ക് അസൂയ വന്നത്. അതുകൊണ്ട് ഇവളിപ്പോ ജ്യൂസൊക്കെ കൊടുത്ത് ഇവനെ വീഴ്ത്താൻ നോക്കുമ്പം അവനത് മനസ്സിലായി. ഇനി ഇതേപോലെ ജ്യൂസ് ഒന്നും അവന് വാങ്ങിച്ചാലാണെന്ന് അറിഞ്ഞിട്ട് തൽക്കാലം അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ ഒരെണ്ണം മാത്രം വാങ്ങിക്കും. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഹീജു അവന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് ഹാസും അവളും കുറച്ച് ചിരിച്ചിട്ടൊക്കെ അവൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി അവൾ അവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് ഈജു ആണ് അവൾ എഴുതുന്ന കഥ നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ അവൾ അതറിഞ്ഞ് പഠിക്കാനും സമയം കിട്ടുന്നില്ല. കൂടാതെ ഹോംവർക്ക് അസൈൻമെന്റ് ചെയ്താതെ സാറിൻ്റെ അടുത്ത് വഴക്കിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ അതുകൊണ്ട് കുറച്ച് ബ്രേക്ക് എടുക്കാൻ പോകാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ഇത്രയും ദിവസം ഒന്നും ഓർമ്മയില്ലായിരുന്നു പറഞ്ഞ് പെട്ടെന്ന് ഇവളുടെ ധൈര്യം കേട് പോയി പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞ് നടന്നു പോകുമ്പോൾ ഇവളുടെ മൈൻഡും കുറച്ച് റിലാക്സ് ആയി ഇതിനു വേണ്ടി ഞാൻ സാറിനോടും സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും മറ്റു ഹാസു എന്ന ജ്യൂസ് ഇവൾക്ക് ഇപ്പൊ എടുത്തു കൊടുക്കും. അതേസമയം ഇത് പുറയെന്ന് കാണുന്ന ഹാസു ആണ് ഇവർ തമ്മിൽ ഇത്രയും ക്ലോസ് ആയിട്ടിരുന്ന് കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമാവും. അങ്ങനെ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവളും ഈ കാര്യം ഗാവൂസിനോട് ചെന്ന് പറയുമ്പം അവനാണ് അതൊക്കെ അവൻ അറിയാമെന്ന് പറഞ്ഞ് കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളും സാറുമാരെ കുറിച്ച് ഇത്ര മോശമായിട്ട് എഴുതിയിട്ടും സാർ ഒന്നും ചെയ്യാതിരിക്കണമെന്ന് പറഞ്ഞ് ആ ഈജുവിന് വെറുതെ വിടലെന്ന് അവൾ എഴുതിയ കഥയെ കാണിച്ചു തരാന്ന് പറയുമ്പം ഗാവൂസാണ് ഇതെല്ലാം കേട്ടിട്ട് നിശബ്ദമായിട്ടിരിക്കും. അപ്പോഴാണ് അവളും പിന്നെ സാറും വായിച്ചു നോക്കിയിട്ടാണോ അവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ മാത്രം എന്തിനാ സ്പെഷ്യലായിട്ട് കാണുന്നതെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് ഇവനും ദേഷ്യത്തി ഇവൻ അങ്ങനെ ആരെയും സ്പെഷ്യലായിട്ട് കണ്ടിട്ടില്ല. ഒരു ഇതേപോലെ കഥ ഇവൾ എഴുതിയാലും അവൻ ഇവളെയും സപ്പോർട്ട് ചെയ്യുന്ന പറയും. പക്ഷെ ഇത് കേട്ട് ഹാസു സഹിക്കാൻ പറ്റാതെ സാർ എപ്പോഴും ആ ഒന്നിനും കൊള്ളാത്തവന്റെ പുറയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്നെ പോലെ സ്മാർട്ടായിട്ടുള്ള ആളെയല്ലേ സാറ് നോക്കണ്ടേ എന്നിന് അവളും ദേഷ്യത്തിലൊക്കെ പറഞ്ഞിട്ട് പോകുമ്പം ഇവന് മനസ്സിലായി ഇവൾക്ക് ഇവനോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന്. അതിനുശേഷം ഹാസു ആ ദേഷ്യത്തിൽ തന്നെ അവൾ സ്കൂൾ ഗ്രൂപ്പിനകത്ത് ഈജു എഴുതുന്ന കഥ എല്ലാവർക്കും പകർത്തി കൊടുക്കും. അതുകൊണ്ട് തന്നെ വായിച്ചു നോക്കുന്ന എല്ലാവരും നമ്മുടെ സാറുമാരെ ചാര കഥ എഴുതിയെന്ന് പറഞ്ഞ് അവരൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഇതേസമയം ഇത് കാണുന്ന കൂട്ടുകാരിക്ക് മനസ്സിലാവും മിക്കവാറും ഇത് ഈജു എഴുതിയതായിരിക്കുമെന്ന്. അതിനുശേഷം ഇവിടെ ഹാസു പ്രിൻസിപ്പളിനോടും കൂടെ ആ കാര്യം പറയുമ്പം അവരാണ് ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും നമ്മുടെ സാർമാറിനെ കുറിച്ച് മോശമായിട്ടാ കഥ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് സാർമാർ തമ്മിൽ പ്രണയിക്കുന്ന പോലെയൊക്കെ ഒരു സ്റ്റുഡന്റ് എഴുതി വെച്ചേക്കെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് പ്രിൻസിപ്പളും അയ്യോ ഇതൊക്കെ ആരാ ചെയ്തെന്ന് പറഞ്ഞ് അവർക്ക് മൊത്തത്തിൽ ടെൻഷൻ ആകുമ്പം ഇവളാണ് ഇതൊക്കെ ഇനി പുറത്തറിയുവാണ് നമ്മുടെ സ്കൂളിനാ ചീത്തപ്പേരെന്ന് പറഞ്ഞ് അവൾ ആ കാര്യം പറയുമ്പം പ്രിൻസിപ്പൾ ചെറുതായിട്ട് പേടിച്ചിട്ട് ഇക്കാര്യം മോൾ ആരോടും പറയല്ലേ, എന്തായാലും ഈ സ്കൂളിൽ ഓരോ പ്രശ്നം തലയിൽ കയറി വന്നോണ്ടിരിക്കുക, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ചെയ്യണം എന്ന് ഇവളെ അങ്ങ് പറഞ്ഞേക്കും. എന്നിട്ട് ഇവിടെ ഈജു അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. കൂട്ടുകാർ അവളെയും വിളിച്ചോണ്ടുപോയി ഇവളല്ല കഥ എഴുതിയാൻ ചോദിക്കുമ്പം ഈജു ഇവളോട് സത്യം പറയാത്തിന് സോറി പറയും. അപ്പോഴാണ് കൂട്ടുകാരിയും അപ്പൊ ചുമ്മാതല്ല നീ കുറച്ച് ദിവസമായിട്ട് എന്തോ ആലോചിച്ച് പേടിച്ചിരുന്ന, എന്തായാലും നീ എഴുതുന്ന കഥയൊക്കെ ആ ഹാസുവിന് എങ്ങനെ മനസ്സിലായി, നീ എഴുതുന്ന കഥ ഫേമസ് ആയി എന്നോട് പറയുന്നല്ലേ സത്യം ചെയ്ത, പിന്നെന്തുകൊണ്ടാണ് നീ എന്നോട് പറയാത്ത എന്ന് ഇവൾ ചോദിക്കുമ്പം ഈജു ആണ് അവൾക്ക് ചെറിയ നാണക്കേട് തോന്നി അതുകൊണ്ട് പറയാത്തേന്ന് പറയും. കൂടാതെ ഹാസു എങ്ങനെയല്ലേ കണ്ടുപിടിച്ചെന്ന് പറയുമ്പം കൂട്ടുകാരി വിഷമിച്ച് അതോർത്തൊന്നും പേടിക്കണ്ട, നമുക്കതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാന്ന് പറഞ്ഞ് ഇവളെ ആശ്വാസപ്പെടുത്തും. അതിനുശേഷം ക്ലാസ് വെച്ച് ഹാസുവും ഈ കഥ എഴുതിയത് ഈജു എന്ന് പറഞ്ഞ് മൊത്തത്തെ അങ്ങ്
പാട്ടാക്കുമ്പം അവളുടെ ഫ്രണ്ട്സ് ആണ് കുറച്ചേര് സപ്പോർട്ട് ചെയ്ത് ഈജു അതിനെ എഴുതിയെങ്കിൽ അതിനിപ്പോൾ എന്തോന്ന് പറഞ്ഞ് ഇതുവെല്ലാം തെറ്റുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ബാക്കി ചിലവരൊക്കെ ഇവള് സാറുമാരെ തന്നെ അങ്ങനത്തെ ചിന്തയെ കാണുവാണ് എങ്കിൽ പിന്നെ കൂടെ പഠിക്കും നമ്മളും പ്രേമിക്കുന്ന പോലെയൊക്കെ അവൾ കഥ എഴുതിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരത്തെ മൊത്തത്തിൽ പ്രശ്നം. അങ്ങനെ ആ സമയമാണ് ഈജു അവളുടെ കൂട്ടുകാരും കൂടെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഈജു കണ്ട അവരൊക്കെ ഇവളുടെ ചിന്ത എങ്ങനെ മോശമായിട്ടിരിക്കുന്ന പറഞ്ഞ് അവരൊക്കെ തർക്കിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കൂട്ടുകാർ പെട്ടെന്ന് അവരായിട്ട് അടിയുണ്ടാക്കാൻ പോകും. അങ്ങനെ ആ സമയത്താണ് ഗൗസ് അവിടേക്ക് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് ഇവരൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് ഈജുവിനെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും സാർ ഈ കാര്യത്തിനെ കുറിച്ച് അറിയാത്ത പോലെ കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രശ്നം ഇവൾ തന്നെ ഫേസ് ചെയ്തോളാന്ന് പറയും. കാരണം കഥ എഴുതിയത് ഇവളല്ലെന്ന് പറഞ്ഞ് ഇവളുടെ തെറ്റാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനും അങ്ങനെയൊന്നല്ല സത്യം അവനറിയാന്ന് പറഞ്ഞിട്ട് അവൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അവന് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ ഇവളും ഫേസ് ചെയ്യാൻ തയ്യാറാകണം എന്ന് പറയുമ്പം അവളിവിടെ മൊത്തത്തിൽ പേടിച്ചുമായിരിക്കുന്നത്. അതിനുശേഷം അവനും പ്രിൻസിപ്പൾ ഇവളെ കാണാൻ വിളിച്ചെന്ന് പറഞ്ഞ് നേരെ അവിടേക്ക് വിളിച്ചോണ്ട് പോകുമ്പോൾ പ്രിൻസിപ്പളാണ് ദേഷ്യത്തി ഒരു സാറുമാരെ ഇങ്ങനത്തെ ചിന്തയിലാണ് കാണുന്നതെന്ന് പറഞ്ഞ് ഇവൾ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്ന അവർക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കും. അപ്പോഴാണ് അവനും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വരുമ്പം പ്രിൻസിപ്പളാണ് ഇടയ്ക്കൽ പറഞ്ഞിട്ട് അതിലും ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള നീ ഞങ്ങളൊക്കെ കളിയാക്കുന്ന മോശമായിട്ട് തോന്നില്ലെന്ന് പറഞ്ഞ് ഇതൊക്കെയാണോ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രിൻസിപ്പളും ദേഷ്യത്തി ഇതൊക്കെ ഇനി പാരന്റ്സ് ഒക്കെ അറിഞ്ഞ് നാണക്കേടാന്ന് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പം അവളും പേടിച്ച് സോറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവസാന പ്രിൻസിപ്പളും ഈ കാര്യം വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഇവളുടെ പാരന്റ്സിനെ വിളിച്ചോണ്ട് ഡിസിപ്ലിൻ മീറ്റിംഗിന് വരാൻ പറഞ്ഞിട്ട് ഇവൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനം എടുക്കുമെന്ന് അവര് പറഞ്ഞ ഉടനെ ഇത് കേട്ട് ഇവർ രണ്ടിനും കൂടെ ഷോക്കാവും. അതേസമയം ഗൗസിന്റെ കൂട്ടുകാരന്മാർ ഈ കാര്യമൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊക്കെ എങ്ങനത്തെ ടൈപ്പിലാണ് എഴുതി വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവിടെ ഡാജു മൊത്തത്തിൽ കട്ട ദേഷ്യത്തിരിക്കും. പക്ഷെ PT സാറായിട്ടുള്ള അവനാണ് ഇതൊക്കെ എന്തോ സംഭവം എന്ന് പറഞ്ഞ് അവനൊന്നും അറിയാതെ ചോദിക്കുമ്പോൾ ഡാജു ആണെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്ന പോലെയൊക്കെ കഥ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവൾ എപ്പോഴും ആ ഒരു നോട്ടത്തിലെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൾക്കെതിരെ കേസൊക്കെ ഇടണമെന്ന് ഡൊങ്ജോനോട് വല്ല വഴിയുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവനും നമ്മളെ പ്രൈവസി ഒന്നും നോക്കാതെ അവളെ കഥ എഴുതി വെച്ചേക്കുന്നുണ്ട് നമുക്ക് കേസ് കൊടുക്കാൻ അവനും പറയും. പക്ഷെ എന്നിരുന്നാലും നമുക്കിതൊരു പ്രശ്നമില്ലെങ്കിൽ ഇതൊരിക്കലും കേസാകത്തില്ലെന്ന് പറയുമ്പോൾ അവന്മാരൊക്കെ അപ്പൊ നമ്മുടെ കയ്യിലാണ് അവളുടെ ജീവനുള്ളതെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന ഗാവൂസിനോട് ഇവന്മാര് നമുക്ക് കേസ് കൊടുത്താലെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അവന് അതൊക്കെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യം അതിങ്ങനെ ഡിസ്കസ് ചെയ്യേണ്ടെന്ന് പറയും. ഇതേ സമയം ഇവിടെ ജിയ ഈജനോർത്ത് ക്ഷമിച്ചിട്ട് അവൾ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ അവളും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവളെ നോക്കി തലയാട്ടും. അങ്ങനെ അതിനുശേഷം ഇവളും മൊത്തത്തിൽ പെട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഇവളുടെ അച്ഛനാണ് ഇവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് കഴിക്കാൻ വല്ല ഐസ്ക്രീം ആണെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഈ കാര്യം അച്ഛനമ്മയോട് പറയണമെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളും അവളുടെ ലാപ്ടോപ്പ് എടുത്ത് ഇവരുടെ ഫ്രണ്ട് വെച്ചിട്ട് ഇവളൊരു കഥ എഴുതി അത് മൊത്തത്തിൽ ഫേമസ് ആയി എന്ന് പറഞ്ഞ് അവർക്കത് വായിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ആദ്യം അച്ഛനാണ് മോള് പൊളിച്ചെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷപ്പെടും. അപ്പോഴാണ് അവളും അതുമാത്രമല്ല അവൾ എഴുതിയ കഥ BL സ്റ്റോറിയാന്ന് പറഞ്ഞ് ഇവളുടെ സാറുമാരെ കുറിച്ച് അവളെ കഥ എഴുതി വെച്ചെന്ന് പറയും. അതുകൊണ്ട് സ്കൂളിൽ അറിഞ്ഞ് ഇത് മൊത്തത്തിൽ സീനായി എന്ന് പറയുമ്പോൾ ഇത് കേട്ട അച്ഛനും ഇതൊക്കെ എന്തിനാ സീനാക്കുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടുപേർക്കൊന്നും മനസ്സിലാകത്തില്ല. അതിനുശേഷം ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവളും ഈ കാര്യം അവളുടെ ഫാൻസിനും കൂടെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവൾ ടീച്ചേഴ്സ് വെച്ച കഥ എഴുതിയെന്ന് അവളുടെ പേജിനകത്ത് അതൊക്കെ എഴുതി പോസ്റ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവളും ഇനി സ്വന്തമായിട്ട് അവൾ തന്നെ ഫ്യൂച്ചർ ആലോചിച്ച് കഥ എഴുതുന്ന പറഞ്ഞ് തൽക്കാലം അവൾ ഇപ്പൊ എഴുതി വെച്ച കഥ ഡിലീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് അവളും വിഷമത്തോടെ അത് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ അതിനുശേഷം സ്കൂളിൽ മീറ്റിംഗ് വെക്കുമ്പം പ്രിൻസിപ്പളാണ് ഇവൾ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് ഒരു വലിയ സംഭവം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരും കുറെ ടെററായിട്ടൊക്കെ സംസാരിക്കും. അങ്ങനെ അതിന് മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് ഒക്കെ ചോദിക്കുമ്പം എല്ലാവരും ഈജുവിനെതിരായിരിക്കും. അപ്പോഴാണ് അവളുടെ പേരൻസും അവൾ ചെയ്ത് തെറ്റാൻ സമ്മതിച്ചു കൊടുത്തിട്ട് ഒരു തവണ അവളിന്ന് ക്ഷമിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം പ്രിൻസിപ്പളും എന്തായാലും ഇത് കാരണം സങ്കടപ്പെട്ടത് നമ്മുടെ സാറുമാരാന്ന് പറഞ്ഞ് അവന്മാർ അഭിപ്രായം ചോദിക്കുമ്പം ആദ്യം തന്നെ ഇവളുടെ ജാപ്പനീസ് സാറായ ഡാജുവും അവൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോയി എന്നറിയും. അപ്പൊ ഇത്രയും ദിവസം ഇവന്മാരെ കാണുമ്പോൾ ഒരു ലവേഴ്സ് ആയിട്ടാണ് വിചാരിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ചിന്ത ഇവന് നോക്കുന്ന അവന് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെ അതിനുശേഷം അടുത്തായിട്ട് ഡൊങ്ജു പറയുമ്പം അവനും ഇവളെ ചെയ്ത തെറ്റാന്ന് സമ്മതിച്ചു കൊടുത്തിട്ട് ഈ തെറ്റ് മനസ്സിലാക്കിയാലേ അവൾക്ക് ഇനി മുന്നോട്ട് നല്ല രീതിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി അവൾ ഈ സിറ്റുവേഷൻ കടന്നുപോകാൻ അവൻ തീരുമാനിക്കും. അങ്ങനെ അതിന്റെ അടുത്തായിട്ട് ഇവളുടെ PT സാറ് ഗീജോനാണ് അവനൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവൻ കൂളായിട്ടിരിക്കുമ്പം ഇത് കേട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ എത്രയും പെട്ടെന്ന് വിടാൻ പറ്റത്തില്ല ഇവളെ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് അവരൊക്കെ കുറെ പേടിപ്പിക്കും. അപ്പോഴാണ് അടുത്തായിട്ട് ഗാവൂസും അവൻ ആദ്യം തൊട്ട് ഈ കാര്യമൊക്കെ അറിയാമെന്ന് പറയും. അങ്ങനെ അവനും കൂടെ അറിഞ്ഞിട്ട് അവൾ ഈ കഥ എഴുതിയെന്ന് പറഞ്ഞ് തെറ്റ് അവന്റെ ഭാഗത്തുണ്ടെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ ഇത് കേട്ട് ഷോക്കായിട്ട് എങ്കിൽ പിന്നെ ഈജു എന്തോ പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ഇനിയും ഇതേപോലെ കഥയൊക്കെ എഴുതുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സാറുമാരെ കുറിച്ച് എഴുതിയ തെറ്റാ അതുകൊണ്ട് അത് എപ്പോഴേ ഡിലീറ്റ് ചെയ്ത് അതുകൊണ്ട് ഇവളുടെ തെറ്റ് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് സോറി പറഞ്ഞിട്ട് അവൾ കഥ എഴുതുന്ന നിർത്തത്തില്ല അവൾ സ്വന്തമായിട്ട് ഇനി കഥ എഴുതുന്ന പറയും. അപ്പോഴാണ് ഇത് കേട്ട് പ്രിൻസിപ്പളും ഇനി ഇവളോട് എന്തോ പറയണമെന്ന് വിചാരിച്ചിട്ട് ഒരു 4 ദിവസം അവർ സമയം ചോദിച്ച് ഇവളുടെ പനിഷ്മെന്റ് എന്തോ എന്ന് പറയാമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട്
അതുകൊണ്ട് എല്ലാവരും അവിടെ നോക്കുമ്പം ഇവളുടെ പാരൻസ് സാറുമാരോടൊക്കെ സോറി പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകും. അങ്ങനെ അതിനുശേഷം ഈജു മാത്രം ഇവന്മാർ മൂന്നുപേരോട് സോറി പറഞ്ഞിട്ട് അവൾ ചെയ്ത് തെറ്റാന്ന് പറയുമ്പം അവന്മാരൊക്കെയാണ് എന്നാലും ഞങ്ങൾ ഈ ഒരു കോലത്തിലാക്കില്ലോ എന്ന് പറഞ്ഞിട്ട് അവന്മാർ തമാശയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മറ്റന്മാർ രണ്ടുപേര് വെറുതെ എന്നാലും ഡാജു ആണ് നിനക്ക് എന്റെ ക്ലാസ്സിലേക്ക് ശ്രദ്ധ കുറവെന്ന് പറഞ്ഞ് ഇനി ഇവള് വെറുതെ എടുത്തലെന്ന് പറഞ്ഞ് ഇവളെന്ന് ഓരോ ദിവസം അവൻ കറക്റ്റ് ആയിട്ട് നോക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കിട്ട് ഗീജനാണ് ചിരിച്ചിട്ട് അയ്യോ നീ പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവനിത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, അവൻ ഈ കഥയൊക്കെ എന്തോന്നോലും അറിയത്തില്ലെന്ന് പറയും. പക്ഷെ എന്നാലും വമ്പ ഹിറ്റായെന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ സംസാരിച്ച് അവളെ പറഞ്ഞയക്കുമ്പം അപ്പോഴും ഡാജു ആണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോയെങ്ങനാ നീ കഥയിൽ എന്നെന്തോടി ഇത്രയും ക്രിഞ്ചായിട്ടുള്ള ക്യാരക്ടർ എഴുതി വെച്ചേക്കുന്നത്, ഞാൻ പറയുന്നൊക്കെ വളിച്ച് തമാശയാ, പറ്റത്തില്ല എന്റെ സ്റ്റോറി നീ മാറ്റിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പിള്ളേരെ എന്നെ കുറിച്ച് എന്തോ വിചാരിക്കും എന്നിട്ട് അവൻ അവിടെ നിന്ന് കുറെ ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട് അവന്മാരാണ് ചിരിച്ചിട്ട് ഇവൻ ചുമ്മാ അറിയാന്ന് പറഞ്ഞ് അവളെ പോയിക്കോളാൻ പറയും. അതുകൊണ്ട് അവൾ എന്തോ പറയണമെന്ന് അറിയാതെ ഓക്കെ സോറി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം ഇവളുടെ ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിൽ ഇവൾക്ക് എന്തോ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവരൊക്കെ വിഷമിച്ച് പ്രിൻസിപ്പൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവള് 4 ദിവസത്തിനുള്ളിൽ ഇവളുടെ പനിഷ്മെന്റ് എന്തോ തീരുമാനിച്ച് പറയുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവളുമാരൊക്കെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് അവളെ സമാനപ്പെടാൻ പറയും. എന്നിട്ട് ക്ലാസ് ടീച്ചർ എന്തോ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവള് സാറിന് ഈ കാര്യം എപ്പോഴും അറിയാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് സാറിനും പ്രശ്നമെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ഹാസുവിനാണ് മൊത്തത്തിൽ ഞാൻ കുറ്റബോധമാകും. കാരണം ഇവള് കാരണം ഗാവൂസിന് പണി കിട്ടുന്ന ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം അവന് പ്രിൻസിപ്പളിനോട് അവൾ എഴുതിയ കഥ ഭയങ്കര ഫേമസ് ആയെന്ന് പറയുമ്പം അവരാണ് എത്ര ഫേമസ് ആയാലും അവളെ ഞാൻ വെറുതെ എടുത്തില്ലെന്ന് പറഞ്ഞ് ഇത് സ്കൂളിന് നാണക്കേടെന്ന് പറയും. അപ്പോഴാണ് അവനും ഇതേപോലെ കുറെ ആൾക്കാരൊക്കെ പഠിക്കുന്ന സമയത്ത് കഥ എഴുതിയിട്ടുണ്ട്, ആ സമയത്ത് അവർ സ്കൂളിൽ പ്രശ്നം ഉണ്ടായെങ്കിലും പിന്നീട് അവരൊക്കെ ഫേമസ് ആയതിനു ശേഷം അവർ സ്കൂളിന് കുറെ ഡൊണേഷൻ ചെയ്യുന്ന പറയും. അങ്ങനെ അതുകൊണ്ട് അവർ സ്കൂളിനൊക്കെ നല്ല പേരാന്ന് പറയുമ്പം ഇത് കേട്ട് പ്രിൻസിപ്പളിന്റെ മനസ്സും അറിയാലും എന്നാലും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവർ വാശി പിടിച്ചിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന വൈസ് പ്രിൻസിപ്പളും മാം ഇവര് പറയുന്ന പോലെ സംഭവം സീനാന്നാ തോന്നുന്നത്, അവളുടെ കഥ ഡിലീറ്റ് ചെയ്തപ്പോൾ കുറെ പേര് കമന്റ് ഇട്ടേക്കുന്നു ആ കഥ തിരിച്ചു കൊണ്ടുവരണം പറഞ്ഞു. എന്നിട്ട് അങ്ങേര് അടുത്തിരുന്ന് പറയുമ്പം ഇത് കേട്ട് പ്രിൻസിപ്പളും എത്ര ഒരു 1000 പേര് കമന്റ് ഇട്ടോന്ന് പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അയാളും 1000 ലക്ഷക്കണക്കിന് പേരെ കമന്റ് ഇട്ടേക്കുന്നത്, അവരൊക്കെ പെറ്റീഷൻ ഇട്ടേക്കുക അവളുടെ കഥ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ്. എന്നിട്ട് അങ്ങേര് പറയുമ്പോൾ തന്നെ പ്രിൻസിപ്പൾ മൊത്തത്തിൽ വീണുപോയി ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അവരും അവളെ വെറുതെ വിടാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈജുവിനെ വിളിച്ചിട്ട് ഇവൾ കഥ എഴുന്നേരുന്ന് തടഞ്ഞു നിർത്തത്തൊന്നുമില്ല, പക്ഷെ ഇവൾ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് പനിഷ്മെന്റ് ആയിട്ട് 5 ദിവസം സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമെന്ന് പറയും. അപ്പോഴാണ് അവളും അപ്പൊ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നില്ല വെറും സസ്പെൻഷനേ ഉള്ളതെന്ന് പറഞ്ഞ് അവള് സന്തോഷപ്പെടുമ്പം പ്രിൻസിപ്പളാണ് ഈ കഥയ്ക്കകത്ത് എന്റെ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞ് അവരവളെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളും ഇവളുടെ ഫ്രണ്ട്സിനോടൊക്കെ വന്ന് ഇവൾക്ക് 5 ദിവസം സസ്പെൻഷൻ കിട്ടിയേക്കോന്ന് പറയുമ്പോൾ അവര് ഭയങ്കര സന്തോഷിത്തി അതിനർത്ഥം സ്കൂളിൽ നിന്ന് പുറത്താക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവരൊക്കെ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഗാവസ് വരുന്നുണ്ട്, ഇവരൊക്കെ പേടിച്ച് അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് ക്ലാസ് വെച്ച് അവനും എന്തായാലും അവൻ ഇതിന് കൂട്ടുന്നതിന് തെറ്റാന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സോറി പറയും. അങ്ങനെ അതിനുശേഷം രാത്രി വീട്ടിന്റെ അവിടെ വെച്ച് അവളും ഇവൻ ചെയ്ത സഹായത്തിന് താങ്ക്സ് പറഞ്ഞിട്ട് സാറാറിന് രക്ഷപ്പെട്ടെന്ന് പറയും. അതുകൊണ്ട് അവളെ സഹായിക്കാൻ എന്തുകൊണ്ടാ കാരണം ചോദിക്കുമ്പോൾ അവനും കാരണം ഇവളാണ് അവന്റെ ആദ്യത്തെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് അവൾക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ അവളും സ്റ്റുഡന്റ് ആയതുകൊണ്ടാണോ ഹെൽപ്പ് ചെയ്തതെന്ന് പറഞ്ഞ് അവൾ ചെറുതായിട്ട് സൈലന്റ് ആകും. അങ്ങനെ അതിനുശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഇവളെ വെച്ച് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഇവളെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം ഹാസു ആണ് അവൾ ചെയ്തിട്ട് മനസ്സിലാക്കി പിന്നീട് ഈജുവിനെ പുറത്തേക്ക് വിളിച്ചോണ്ട് ഇവൾ അതൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് സോറി പറയും. അങ്ങനെ മാക്സ് സാർ ഇവളെ മാത്രം കുറെ കെയറിങ്ങോടെ നോക്കുന്നുണ്ട്, അവൾ അസൂയപ്പെട്ട് അതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ ഈജു ആണ് ഇവൾ തെറ്റ് മനസ്സിലാക്കി എന്നറിഞ്ഞിട്ട് എന്തായാലും ഇവളിങ്ങനെ എല്ലാവരോടും പാട്ടാക്കിയതുണ്ട് അവളുടെ തെറ്റ് മനസ്സിലായെന്ന് പറഞ്ഞ് ഒരേശ് ഇതുവരെ ഈ സത്യം ആരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ വീണ്ടും കുറ്റബോധത്തോടെ സാറുമാരെ കുറിച്ച് കഥ എഴുതുമായിരുന്നു പറഞ്ഞ് ഇപ്പൊ ഇവളോട് താങ്ക്സ് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമെല്ലാം തീരും. അങ്ങനെ അതിനുശേഷം ഇവരുടെ സ്കൂളിൽ സ്പീച്ച് കൊടുക്കാൻ വേണ്ടി ഗാവൂസിന്റെ കൂട്ടുകാർ വരും. അങ്ങനെ അവൾ അവിടെ നിന്ന് സ്പീച്ച് കൊടുത്തിട്ട് പുറത്ത് സ്റ്റുഡൻസിന്റെ കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഈജു ആണ് അവൾക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് ഇവന്റെ ചെന്ന് ഫോൺ കൊടുക്കും. അങ്ങനെ അതിനുശേഷം അവൻ അവളായിട്ട് അവിടെ നോമ്പരാണ്. ഈജു അവളുടെ കൂട്ടുകാരും കൂടെ സത്യം പറഞ്ഞ് ഇവരെ കാണാൻ നല്ല ചേർച്ചയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അത് മനസ്സിലാക്കും. അതിനുശേഷം ഇവിടെ ഗാവൂസും അവളുടെ കൂട്ടുകാരി റിസർച്ചിന് അമേരിക്ക വിളിച്ചുകൊണ്ട് അവൻ അവളുടെ കൂടെ വരുന്നില്ല, അവ സ്വന്തമായിട്ട് ഇവിടെ ചെയ്യാൻ പോകുന്ന പറയുമ്പം അവളെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എനിമിസായി എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം ഫ്രണ്ട്ഷിപ്പാന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അതിനുശേഷം വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ്സിന് ഈജു ആണ് എന്തായാലും അവളുടെ ഇഷ്ടം പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവൾ തീരുമാനിക്കും. അതുകൊണ്ട് ഇവർക്കൊക്കെ ഒരു ടെസ്റ്റ് നടത്തുമ്പം അവൾ ആൻസർ ഐ ലവ് കിട്ടുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കും. അങ്ങനെ അതിനുശേഷം എല്ലാവരും ആൻസർ ഷീറ്റ് കൊടുത്തു പോയ ഉടനെ ഇവൾ അവസാനമായിട്ട് അവന്റെ ഒന്ന് പേപ്പർ സബ്മിറ്റ് ചെയ്യുമ്പം അവന് ആൻസർ ഷീറ്റ് കണ്ടിട്ട് ഇതിനകത്ത് എന്തോ ഒന്ന് എഴുതാത്തേം ചോദിക്കും. അപ്പോഴാണ് അവളും പുറം വശം കാണിച്ചു കൊടുക്കുമ്പം അവൻ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവള് പ്രപ്പോസ് ചെയ്യാന്ന്. അതുകൊണ്ട് തന്നെ അവനും ഇവൾ എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ തെറ്റാന്ന് പറഞ്ഞ് അതിനകത്ത് മിസ്റ്റേക്ക് ഇട്ട് വയ്ക്കുമ്പോൾ ഇവളും മിസ്റ്റേക്ക് ഒക്കെ നോക്കാതെ ഇതിന്റെ ഉത്തരം എന്താന്ന് അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് അറിയാൻ ചോദിക്കുമ്പം അവൾ ഇതിന്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുവാണ് സാറിനെ കിട്ടും പറയും. അതായത് ഇവൾക്ക് റൊമാൻസ് ഉത്തരമായിട്ട് കിട്ടിയേക്കുന്ന ഇവനാ, അതുകൊണ്ട് ഇവനെ ഇഷ്ടമെന്ന് പറയുമ്പം ഇത് കേട്ട് അവന് ഷോക്കായി അവളെ തന്നെ നോയിക്കൊണ്ടിരിക്കും.
അതിനേശ് വീട്ടിൽ വന്നിട്ട് ഇവളാണ് അവളുടെ കൂട്ടുകാരോട് ഭയങ്കര സന്തോഷത്തി ശനിയാഴ്ച രാവിലെ മാക്സ് സാർ ഇവളെ ഡേറ്റിന് വിളിച്ചെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവൻ അവളെ ശനിയാഴ്ച വരാൻ പറഞ്ഞേ ഉള്ളു. അതുകൊണ്ട് തന്നെ ഇവള് ശനിയാഴ്ച വരെ കാത്തിരുന്നിട്ട് നേരെ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പം അവിടെ ഇവളും അവന്റെ കൂടെ ഡേറ്റ് ചെയ്യാമോ എന്ന് സന്തോഷത്തിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയത്ത് ഹാസു അവിടേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്ന ഒരു ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർക്കാൻ വേണ്ടിയാണോ അവർ രണ്ടുപേരും വിളിച്ചതെന്ന്. കാരണം ഈജുവിനെ പോലെ ഹാസിനെയും വിളിച്ചായിരുന്നു. അതുകൊണ്ട് ഇവർ ചമ്മി പോയിരിക്കുമ്പം പിന്നീട് അവിടേക്ക് വരുന്ന ഗൗസുമാണ് രണ്ടുപേരും ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവന് മാത്സിന്റെ സ്പെഷ്യൽ ക്ലാസ് ഇരിക്കുന്ന എല്ലാരും കൂടെ വിളിച്ചു വരുത്തി ഒരു ചെലവ് കൊടുക്കും. അങ്ങനെ അതിനാണ് സത്യം പറഞ്ഞ ഇവരെയൊക്കെ വിളിച്ചത്. ഈജു ആണ് അതൊരു ഡേറ്റ് ആയിട്ട് തെറ്റിരിച്ച്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം രാവിലെ തന്നെ ഗൗസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന് പെട്ടെന്ന് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവനും പേടിച്ചിട്ട് ഇവന്മാരെയൊക്കെ വിളിച്ച് ആ കാര്യം പറഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് ചെല്ലും. കാരണം പണ്ട് ഇതേപോലെ അവന് അവന്റെ കാഴ്ച പ്രശ്നം കാരണം കാണാതെ പറ്റിയതായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് വീണ്ടും വന്നോണ്ട് ഇവന്റെ കാര്യം കുറച്ച് സീരിയസ് ആണ്. അതുകൊണ്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡാജു മൊത്തത്തിൽ വിഷമിച്ച് ഇതിനു വേണ്ടി രാത്രി ഫുൾ അവനെ പേപ്പർ ഒന്ന് പഠിക്കേണ്ടെന്ന് പറഞ്ഞെന്ന് ഇവൻ ഇവിടുന്ന് പൊട്ടിക്കറിയുമ്പം അവന്മാർ രണ്ടുപേരും കൂടെ അടുത്തിരുന്ന് സമ്മാനപ്പെടുത്തും. അതിനുശേഷം ഡോക്ടറും ഇവനെ സർജറി ചെയ്ത് ഗുണപ്പെടുത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അതിലും 50-50 ചാൻസേ ഉള്ളെന്ന് പറയും. പക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അതിനെ സമ്മതിച്ചിട്ട് പുറത്തേക്ക് വരുമ്പം ഇവന്മാരൊക്കെ എല്ലാം ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും സർജറി ചെയ്താൽ മാറാന്നുള്ളെന്ന് പറഞ്ഞ് അവന്മാരെയൊക്കെ സമ്മാനപ്പെടുത്തും. അതിനുശേഷം ഇവൻ സർജറിക്ക് വേണ്ടി പോകുമ്പം അവന്മാരൊക്കെ ഇവന്റെ പേടി മാറാൻ വേണ്ടി ഇപ്പൊ ഇവനെ കാണാൻ കണ്ണാടില്ലാത്ത കുരങ്ങനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് അവന്മാർ ചുമ്മാ ഓരോന്നും പറഞ്ഞ് അവന്റെ പേടി മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവൻ അവിടെ സർജറിക്ക് പോയ ഉടനെ ഇവന്മാരൊക്കെ വിഷമിച്ച് അവന്റെ പുറകെ തന്നെ ചെല്ലും. ഇതേ സമയം ഇവനിങ്ങനെ സർജറി ചെയ്യുന്ന കാര്യം അറിയാൻ വരുന്ന ഈജു ആണ് അവളപ്പം തന്നെ സ്കൂൾ കഴിഞ്ഞ് നേരെ അവനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ഓടി വരും. അങ്ങനെ ആ സമയം തന്നെ ഡോക്ടർ അവന് സർജറി ഒക്കെ ചെയ്തിട്ട് വിചാരിച്ചതിനേക്കാൾ നല്ല രീതിക്ക് തന്നെ സർജറി ആയെന്ന് പറഞ്ഞ് ഇവൻ ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് പിന്നീട് അവിടേക്ക് വരുന്ന ഈജു ആണ് ധൃതിയിൽ അവിടേക്ക് നിൽക്കുമ്പം ഇത് മനസ്സിലാക്കുന്ന അവനും ക്ലാസ് അവസാനിക്കുമ്പോ നീ അങ്ങ് ഓടിയെത്തിയെന്ന് പറഞ്ഞ് ഇതിനുവേണ്ടി സീമാർ കുറയ്ക്കും പറയും. അപ്പോഴാണ് അവൾ വിഷമിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് സാർ ഓക്കെ ആണോ എന്ന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 10 വർഷം മുമ്പ് നമ്മൾ തമ്മിൽ ചെയ്ത ഒരു പ്രോമിസാന്ന് അവൻ പറയും. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന 10 വർഷം മുമ്പ് ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ആദ്യം ഈജുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവള് മാത്സിന് ഒട്ടും മാർക്കും ഇല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവനും ഇവ മാത്സിന്റെ ജീനിയസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പം അവളാണ് ഫ്യൂച്ചറിൽ ഞാൻ ചേട്ടനേക്കാളും നല്ലോണം പഠിച്ച് മാത്സിന് നല്ല മാർക്ക് വാങ്ങിച്ച് കാണിക്കുമെന്ന് പറഞ്ഞ് ഇവനോട് പറഞ്ഞാണ്. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ അത് പ്രോമിസ് ആണെന്ന് ചോദിക്കുമ്പം ഇവളും തീർച്ചയായിട്ടും ചേട്ടന്റെ അടുത്തൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞ് അവന്റെ അടുത്ത് പ്രോമിസ് ചെയ്യും. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനും ആ പ്രോമിസ് ഒക്കെ ഇപ്പൊ എവിടെ പോയെന്ന് അറിഞ്ഞ് അവനും ചിരിച്ചാണ്ട് ഇവൾക്ക് വെറും 4 മാർക്ക് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ അവൻ എത്രമാത്രം ദേഷ്യപ്പെട്ടെന്ന് അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും അടിപൊളി, അപ്പൊ നമ്മൾ തമ്മിൽ പണ്ടേ പരിചയം ഉണ്ടല്ലേ, അപ്പൊ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടേണ്ട വിധിയാന്നാ തോന്നുന്നത്. അതിനർത്ഥം സാറിന്റെ ആ ഫ്രണ്ടിനെക്കാളും മുമ്പേ ഞാനല്ലേ പരിചയപ്പെട്ടെ എന്ന് ഇവള് സന്തോഷപ്പെടുമ്പം അവനും നല്ല ഒന്നാം തരം ആള് തന്നെയാന്ന് പറഞ്ഞ് അവന് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ സാറിന്റെ ആ ഗേൾ ഫ്രണ്ട് കാണാൻ വന്നില്ലെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവനും അവൾ ഗേൾ ഫ്രണ്ട് ഒന്നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ എന്തിനു വർണ്ണം ചോദിക്കും. അപ്പോഴാണ് ഈജു ആണ് ഓ ചുമ്മാ കള്ളം പറയല്ലേ, നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഞാൻ ആകെ സാറ് ചിരിക്കുന്ന കണ്ടുള്ളൂ, അതിനർത്ഥം നിങ്ങൾ കപ്പിൾസ് എന്നല്ലേ എന്ന് അവൾ ചോദിക്കുമ്പം അവൻ ഇവളപ്പോ ഫ്രണ്ട്സിനോട് സംസാരിക്കുമെന്നും ചിരിക്കാറില്ലെന്ന് ചോദിക്കും. അതോടെ അവളാണ് അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറഞ്ഞ് അവളും ഇനി കുറച്ച് ചാൻസ് എനിക്കുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഇവരുടെ ക്ലാസ് ആണ് അവസാനിക്കും. അങ്ങനെ അതുകൊണ്ട് അവസാനമായിട്ട് ഗൗസ് അവർക്കെല്ലാം ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടി വരുമ്പം ഈജു ആണ് അവൾക്ക് മാക്സ് 55 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് തലയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കും. ഇത് കണ്ട് അവളുടെ കൂട്ടുകാരാണ് നാണക്കേടി അടുത്തിരുന്ന് കണ്ടോണ്ടിരിക്കും. അതിനുശേഷം അവനും ഇവരൊക്കെ ഇനി സീനിയേഴ്സ് ആകാൻ പോകുന്ന പറഞ്ഞ് ഇനി വേണം കെയർഫുൾ ആയിട്ട് ഓരോ സ്റ്റെപ്പും കൊണ്ടുപോകേണ്ടതെന്ന് അവരോടൊക്കെ സംസാരിച്ച് അവൻ അവസാനം ബായ് പറയും. അങ്ങനെ അതുകൊണ്ട് ഇത് കേട്ടിരുന്ന എല്ലാവരും കൂടെ മൊത്തത്തിൽ അങ്ങ് ടച്ചായി പോകും. അങ്ങനെ അതിനുശേഷം ജെനി തിരിച്ച് സിംഗപ്പൂരിലേക്ക് ചെല്ലുമ്പം ഇവരെല്ലാരും കൂടെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി അവിടേക്ക് പോകും. അങ്ങനെ ജെനി അടുത്തിരുന്ന് ഇപ്പൊ ജിയ അവളുടെ കട്ട ഫ്രണ്ട് ആയിട്ട് മാറി. അതുകൊണ്ട് ഇവരോടൊക്കെ അവസാനം ബായ് പറഞ്ഞ് അവൾ ബസ്സിൽ കയറുമ്പം അവരൊക്കെ പുറത്തിരുന്നോണ്ട് ഇവളുടെ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ നോക്കി ബായ് കാണിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജെനിയും നിങ്ങളൊക്കെ ആർക്കാ ബായ് കാണിക്കുന്നത്, ഞാൻ ഇവിടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ബായ് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഈജുവും അവളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്ത് വീണ്ടും ആ പഴയ കഥ ഫാൻസിന് വേണ്ടി എഴുതിയിട്ട് അവസാനത്തെ ഫൈനൽ എപ്പിസോഡിൽ ഇവളുടെ സ്പോർട്സ് ആരായിട്ട് തന്നെ ഡോങ്ജോ ചേരുന്ന പോലെ എഴുതി വയ്ക്കും. അതുകൊണ്ട് നമ്മുടെ ഗാവൂസ് ഇവിടെ മൊത്തത്തിൽ തകർന്നു ഇരിക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് വരുന്ന അവന്റെ കൂട്ടുകാരൻ ഡാജു ആണ്. അങ്ങനെ ആരും അവോയ്ഡ് ചെയ്ത് കളയാൻ നോക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഒരേ വീട്ടിൽ താമസിക്കാം. അപ്പോഴും ഡോങ്ജുവിന് നമ്മളോടൊക്കെ സ്നേഹം വന്നില്ല, ഗീജോന്റെ കൂടെ തന്നെ പോയിക്കോളാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗീജോന് ദേഷ്യത്തി ഞങ്ങൾ എന്തിനാടാ നിങ്ങളുടെ കൂടെ ഒക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞ് അവന് ദേഷ്യപ്പെടുമ്പോ തന്നെ ഇവിടെ ഇവനും എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് ധൈര്യമില്ലേ, ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ താമസിക്കാം. എന്നിട്ട് ഡോങ്ജുവിന് ആരോട് ഇഷ്ടം വരുന്ന നോക്കട്ടെ, ജീവിച്ചാലേ നമുക്ക് മനസ്സിലാത്തുള്ളൂ എന്നിന് അവനും പറയുമ്പം ഡോങ്ജു ആണ് ഇവന്മാർക്ക് എന്തോടെ സംസാരിക്കുന്ന പറഞ്ഞ് അവൻ ഷോക്കായി പോയി നിൽക്കും. അപ്പോഴാണ് ഗാവൂസും എന്നും പറഞ്ഞ് നമ്മളൊക്കെ എന്തിനും ഒരുമിച്ച് താമസിക്കണം എന്ന് പറഞ്ഞ് അവൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഗീജോനാണ് അവൻ നല്ല കോൺഫിഡന്റ് ആണെന്ന് പറഞ്ഞ് ഇവന്മാരെ കൂടെ ഉണ്ടെങ്കിലും ഡോങ്ജു അവന് തന്നെയാണെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവസാനം ഇവർ 4 പേരും കൂടെ ഇപ്പൊ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കും.
തീരുമാനിച്ചു. അങ്ങനെ സീസൺ 2 ബാക്കി കാണാണെന്നറിഞ്ഞ് ഇവന്മാരൊക്കെ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ സീസൺ 1 എഴുതി തീർത്തിട്ട് ഹീജു ആണ് ഗാവൂസ് റിസർച്ചിന് വേണ്ടി അമേരിക്കയിൽ പോകാന്ന് വിചാരിച്ച് അവള് രാത്രി തന്നെ അവനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവൻ ഇവിടെ തന്നെ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവളും അവിടെ ചെന്ന് മറ്റേ ഫ്രണ്ടിന്റെ കൂടെ കൂടുതൽ അടുക്കല്, പിന്നെ ഇംഗ്ലീഷ് ആരിയൊക്കെ അടുത്തേക്ക് വരും, അവരെ അടുപ്പിക്കല്. എന്നിട്ട് അവള് കുറെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഇവനും ഇവളെ കുറെ ആലോചിച്ചു വിടുന്നുണ്ട്. ഇവളുടെ അടുത്ത കഥ എന്തിനെ കുറിച്ചാണ് ചോദിക്കും. അപ്പനാണ് അവളും ചെവിയില് അവനോട് ആ കാര്യം സീക്രട്ട് ആയിട്ട് പറയുമ്പോൾ ഇവനും ചിരിച്ചിട്ട് ഇവൾക്ക് ബായ് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകും. അങ്ങനെ ആ സമയത്താണ് മഞ്ഞ് പെയ്യുന്നത്. അതുകൊണ്ട് അവളും ആദ്യത്തെ സ്നോയിൽ തന്നെ ഇവളുടെ ഫസ്റ്റ് ലവിനെ കാണാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഗാവൂസിനെ വിളിക്കുമ്പോൾ അവന് പുറത്തേക്ക് എത്തിയെന്ന് ഇവളെ നോക്കും. അപ്പനാണ് അവളും അവനോടുള്ള ഇഷ്ടത്തി അവന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതേസമയം ഇവന് തിരിച്ചവളോടുള്ളത് ഒരു സ്റ്റുഡന്റിനോടുള്ള സ്നേഹമാണ്. അങ്ങനെ ഈ ഒരു അർത്ഥം നമുക്ക് മനസ്സിലായിക്കൊണ്ട് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുവാണ്. ഇതിന്റെ സീസൺ 2 കാണാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഒരു ശരിയാണ്, നമ്മൾ തീർച്ചയായിട്ടും ഇടും. ഈ ഡ്രാമ എത്ര പേര് കാണാൻ ആഗ്രഹപ്പെട്ടെന്ന് താഴെ കമന്റിൽ പറയുക. കാരണം കുറെ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അത് ചോദിച്ചത്. സോ ഇനിയിപ്പം നമ്മൾ ഇതേപോലെ ഒരു പുതിയ ഡ്രാമയിൽ അടുത്ത വീഡിയോയിൽ കാണാം.